ഹിയ റൗളത്തും മിൻ റിയാലിൽ ജന്ന, അത് സ്വർഗ്ഗത്തിന്റെ തൊപ്പാണ്. അവിടെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്നുണ്ട്. അവന്റെ മാലാകമാർ ഒന്നിന്റെ പിറകെ ഒന്നായി നിങ്ങളെ ഇടതും വലതും മുന്നിലും പിന്നിലും ഇരിക്കുന്നുണ്ട്. നിങ്ങളെ കൂടെ ആമീൻ ചൊല്ലാൻ ആ മലായികത്തീങ്ങളും ചേർന്ന് നിൽക്കുന്നുണ്ട്. മാത്രമല്ല മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്ന ഒരാൾക്ക്, ഇൽമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് അയാളെ കാലിന്റെ അടിയിൽ ചവിട്ടിയതായ കല്ല് മണ്ണുകൾ പോലും അല്ലാഹുവോട് പൊറുക്കലിനെ തേടുന്നു. വെള്ളത്തിന്റെ ഉള്ളിൽ ഊളിയിട്ട് നടക്കുന്ന മീനുകൾ, നിങ്ങളെ കല്ലിന്റെ അടിയിലുള്ള കല്ലുമണ്ണ് ചരലുകൾ, ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും ഈ ഇരിക്കുന്ന ഉമ്മപങ്ങന്മാർക്ക്, ഈ ഇരിക്കുന്ന സഹോദരങ്ങൾക്ക് ദുആരക്കുകയാണ്. അല്ലാഹുവോട് റഹ്മത്ത് തേടുകയാണ്, നിങ്ങൾക്ക് മഗ്ഫിറത്ത് തേടുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾക്ക്. എന്തുകൊണ്ട്? എന്തിന്? അത് ഈ ചെയ്യുന്ന ഈ കർമ്മമില്ലേ, ഈ ഞങ്ങളെ കല്ലാഞ്ചിറ മഹല്ല് കമ്മിറ്റി, കല്ലാഞ്ചിറ ഉറൂസ് കമ്മിറ്റി, ഈ നല്ലവരായ ഞങ്ങളെ നേതൃത്വം സംഘടിപ്പിച്ച ഈ ഇൽമിന്റെ ഈ മജ്ലിസ്, ഇതിന്റെ മഹത്വം അറിയാം, ഇതിന്റെ ശ്രദ്ധ അറിയാം. ഞാൻ പറയുന്നത് കൊണ്ടല്ല, നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ടുമല്ല. ഈ സമയത്ത് ഒരാൾ എന്നെ ശ്രദ്ധിച്ചോളൂ, എന്നെ ശ്രദ്ധിച്ചു. സ്വർഗത്തിന്റെ തോപ്പിന്റെ മഹത്വം പറയുന്നതെന്ന് പറഞ്ഞാൽ വളരെ അതബോടെ അച്ചടക്കത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ഇതിങ്ങനെ തോന്നിയ പോലെ എണിച്ചു പോകാനും വരാനും പിന്നിലുള്ളവനോട് വിഷയം പറയാനും മുന്നിലുള്ളവനോട് നേരിട്ട് ചിരിക്കാനും കമന്റ് അടിക്കാനുള്ള മജ്ലിസല്ല. കുറച്ചു നേരം നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ചോളൂ. ഇന്നത്തെ രാവിലെ ഉണർന്നത് മുതൽ ഈ പരിപാടി തുടങ്ങി 8:30 മണിന്റെ ഇടയില് കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൽബുകൊണ്ട്, കൈകൊണ്ട്, കാലുകൊണ്ട് എണ്ണിയാൽ തീരാത്ത തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് ഞങ്ങളല്ലേ? അല്ലേ? എന്നാലും ഒരു വേള അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയുമെങ്കിലും ഉറപ്പിച്ചു പറയാനാവേലാം. രാവിലെ ഉറക്കമുണർന്നത് മുതൽ ഈ നിമിഷത്തിന്റെ ഇടയിൽ എന്റെ കണ്ണുകൊണ്ടോ, കാതുകൊണ്ടോ, കൈകൊണ്ടോ, കൽബുകൊണ്ടോ, കാലുകൊണ്ടോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തറപ്പിച്ചോ ഉറപ്പിച്ചോ പറയാൻ നമുക്ക് ധൈര്യമില്ല. എന്നാൽ പൊന്നു മുസ്ലിമേ, പടച്ച റബ്ബേ, എന്റെ കൽബുകൊണ്ട്, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, എന്റെ കാലുകൊണ്ട്, കൈകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇന്നത്തെ ഈ ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്തെ സംബന്ധിച്ച് അല്ലാഹുവോട് ധൈര്യത്തോടെ പറയാൻ കഴിയുമെങ്കിൽ അത് ഈ 2 മണിക്കൂറാണ്. ഇത് ഏറെ അനുഗ്രഹീതമായ സമയമാണ്. അതാ ഞാൻ പറഞ്ഞ, ഇവിടെ എത്തണമെങ്കിൽ, ഇരിക്കണമെങ്കിൽ തൗഫീഖ് വേണോ. നിങ്ങെന്ത് വിചാരിച്ചേ? അൽഹംദുലില്ലാ, ഇതുപോലത്തെ നോട്ടീസ് ഒന്നും ഞാൻ എവിടെയും കണ്ടില്ല. ഞാൻ ഇരുന്ന പാടെ ഏതായാലും ഉറപ്പിച്ചു, ഒരു കോപ്പി കൊണ്ടുപോകണോ. കാരണം വളരെ മനോഹരാണ്, മാഷാ അല്ലാഹ്. മാത്രമല്ല, ഇതിന് സഹായിച്ച എത്ര പേര്, ഇതൊക്കെ ഇവരുടെ ഓഫറാണ്, ഇവരാണ് ഇതിന്റെ പിന്നിലെല്ലാം, അല്ലേ മാഷാ. അല്ലാഹു തആല അവർക്കൊക്കെയും ഖൈറും ബർക്കത്തും നൽകട്ടെ. ഈ ഒരു സെറ്റപ്പ് സംവിധാനിച്ച ബഹുമാനപ്പെട്ട ജമാഅത്ത് കമ്മിറ്റി നേതൃത്വം, ഉറൂസ് കമ്മിറ്റി നേതൃത്വം, അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. മനോഹരമാണ്, വളരെ നല്ല ഹൃദയസ്പർശിയ. എന്നാലും പറയട്ടെ, 2-3 നോട്ടീസ് ഉണ്ട്. നിങ്ങൾ ഇത്ര കണ്ട് നോട്ടീസ് അടിച്ചത് കൊണ്ടൊന്നും ഇവിടെ ആൾക്കാർ കൂടിക്കൊള്ളണമെന്നില്ല. അതിനാ ഞാൻ ഇത് പറയുന്നത്. വലിയ കാര്യമാണ്, എനിക്ക് വളരെ റാഹത്തായി. ഇൻഷാ അല്ലാഹ് ഞാൻ ഇത് എന്റെ മഹല്ലിലും കൂടി ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനൊന്ന് ഒരു കോപ്പി കൊണ്ടുപോകണമെന്ന് വിചാരിച്ചത്. ഏതായാലും ഇതെല്ലാം കണ്ടിട്ട് ആൾക്കാർ കൂടണമെന്നില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് 20-20 മാച്ച് അല്ല, ഇത് സ്വർഗത്തിന്റെ തോപ്പ്, ഇത് ഏറ്റവും വലിയ ഇബാദത്ത്. ഈ സമയം ഇവിടെ നിന്ന് ഒരാളാ പള്ളിയിൽ കയറിയിട്ട് ചെന്നിട്ട് 2 റക്അത്ത് സുന്നത്തായ മുത്ലഖായ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നു എന്ന് കൂട്ടിക്കോ. എന്നാൽ ആ സുന്നത്ത മുത്ലഖായ ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമില്ലേ, ഇവിടെ നിന്ന് പോയിട്ട് അയാൾ നിസ്കരിച്ച മുത്ലഖായ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമില്ല. ആ 2 റക്അത്ത് മുത്ലഖായ സുന്നത്ത് നിസ്കാരത്തിനേക്കാളേറെ അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമലേതറിയാ ഈ ഇരുത്തമാണ്.
ആ 2 റക്അത്ത് മുത്തലഖായ സുന്നത്ത് നിസ്കാരത്തിന് അല്ലാഹ് കൊടുക്കുന്ന കൂലിയേക്കാളേറെ കൂലി കൊടുക്കുന്ന ഇബാദത്ത് ഏതറിയാ? ഈ ഇരുത്തമാണ്. ഇത് ചെറിയ കാര്യമല്ല. അതിനെ വരാൻ അത് അവിടെ വന്നിട്ടിരിക്കാൻ ഈ 2 നോട്ടീസ് പോരാ, അള്ളാന്റെ തൗഫീഖ് തന്നെ വേണം. അപ്പൊ ആൾക്കാർ കുറഞ്ഞു എന്ന പരാതി ആർക്കും വേണ്ട. അൽഹംദുലില്ലാഹ് വളരെ ധന്യമാണ് മജ്ലിസ്. വളരെ എനിക്കേറെ നല്ല റാഹത്തായി പരിസരവും കാര്യങ്ങളൊക്കെ. വളരെ ഞാൻ ഈ മേഖലയിൽ ഞാനിത് ആദ്യം അങ്ങോട്ടെല്ലാം പോയിട്ടുണ്ട്, ഇതിൻ്റെ അപ്പുറം പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ പരിസരത്ത് ഒരുപാട് ചുറ്റിക്കറങ്ങിയിട്ടായി പോകുന്നത്. 5 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ. ഏതായാലും പ്രിയപ്പെട്ട നമ്മുടെ ഉറുസ് കമ്മിറ്റി, പിന്നെ നമ്മുടെ മഹല്ലത്തിന്റെ പ്രസിഡന്റ് ആദരണീയനായ ബഷീർ സാഹിബ്, നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ, ഇടയ്ക്കിടയ്ക്ക് 5-10 മിനിറ്റ് കൂടും ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഓരോരോ ഡയറക്ഷൻ, അതിലെ കയറണം ഇതിലെ കയറണം, ആ ലൊക്കേഷൻ ഈ ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എനിക്കും മടുത്തു. പിന്നെ ഞാൻ ഫോൺ എടുക്കാണ്ടിരുന്നു ഈടെത്തിയപ്പോൾ. കാരണം ഇവിടെ എത്തും വരെ അയാൾ വിട്ടില്ല എന്നെ. ഞാൻ ഏകദേശം ഒരു 8-8:15 നേരത്തെ ഇവിടെ എത്തുന്നുണ്ട്. ആ സമയത്ത് ഒരാൾ അതായത് തെറ്റിപ്പോവരുത്. ഒന്ന്, ദൂരെ വരുന്ന മനുഷ്യനാണ്, എന്തോ ആവാലോ, അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം അയാൾ മറന്നില്ല. രണ്ടാമത്, അയാൾ വരാതിരുന്ന നമ്മളാകെ പൊട്ടോക്കേണ്ടി വരും. അതൊരു പ്രശ്നമാണ്. ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വരാണ്ടിരിക്കുക എന്നത് വലിയൊരു പ്രശ്നം തന്നെയാണല്ലോ. എല്ലാം കൊണ്ട് അയാൾ ഉത്തരവാദിത്വം അൽഹംദുലില്ലാഹ് വളരെ മനോഹരമാക്കി. അവസാനം ഞാൻ ഈടെ എത്തി, എനിക്ക് ലൈറ്റ് കണ്ടു, 1 കിലോമീറ്റർ 2 കിലോമീറ്റർ നിറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അയാൾ ഫോൺ എടുത്തില്ല. കാരണം എടുക്കാൻ തരും, ഏതായാലും എത്തിയല്ലോ, ഇനിയിപ്പോൾ അയാൾ കുറച്ച് ചൂടാതെങ്കിലും ആയിക്കോട്ടെ എഴുതിയിട്ടാ. ഏതായാലും ഞാൻ പറഞ്ഞതിനറിയാം അൽഹംദുലില്ലാഹ് വളരെ മനോഹരാണ്, നല്ല റാഹത്താണ്, ശാന്തമാണ്, മനസ്സിന് എന്തോ ഒരു റാഹത്താണ്. അല്ലാഹു തആല ഇതിനേക്കാളേറെ സന്തോഷവും സമാധാനവും റാഹത്തും സലാമത്തും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ പരലോക ജീവിതത്തിലും അല്ലാഹു നൽകട്ടെ. ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്, മഹദിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. വയല് കേൾക്കണം, പ്രസംഗം കേൾക്കണം, ദുആക്ക് ആമീൻ ചെല്ലണം എന്ന് കരുതിയിട്ട് ആരെങ്കിലും ഓട്ടോറിക്ഷ ചാരി നിൽക്കുന്നുവെങ്കിൽ, റോഡ് സൈഡിൽ നിൽക്കുന്നുവെങ്കിൽ അവരോട് പറയട്ടെ, നിങ്ങൾ സ്വർഗത്തിന്റെ തൊപ്പിലേക്ക് കയറിയിരിക്കുക. പിന്നെ അവിടെ ഇരുന്നാലും കൊള്ളാം, പ്രശ്നമില്ല. നിങ്ങൾക്ക് വയല് കേൾക്കുന്നുണ്ടാവും, ആമീൻ പറയാൻ സൗകര്യവുമുണ്ട്, നിങ്ങൾക്കൊരു വേള കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയും. പക്ഷെ സ്വർഗത്തിന്റെ തോപ്പിലിരുന്ന മഹത്വം അതിവിടെ മാത്രം. ഈ ലൈവ് വരിക്കുക തന്നെ വീട്ടിലിരുന്നിട്ട് നാട്ടുകാർ വയല് കേൾക്കാനല്ല. നാട്ടുകാർ വീട്ടിലിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെ ലൈവ് എന്തിനാ? ഇത് വിദേശത്തുള്ളവർക്കും പുറനാടുകളിലുള്ളവർക്കും ഒരു സൗകര്യത്തിനാ. അല്ലാതെ നാട്ടുകാർ ഇവിടെ തന്നെ എത്തണം. നാട്ടുകാർക്ക് ഏറ്റവും വലിയ കടമയുണ്ട് ഈ വിഷയത്തില്, ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഉണ്ട് മഹല്ലത്തുകാർക്ക്. ഞാൻ ചോദിക്കട്ടെ, കല്ലാഞ്ചിറ എന്ന ഈ ചരിത്രം ഉറങ്ങുന്ന ഈ മഹല്ലത്തില് ഈ 10-12 10-20 ആൾ, പിന്നെ മുതിർന്നവരും ഒരു 10-25 ബാല്യക്കാർ മാത്രമാണോ ഉള്ളത്? ആണോ? അല്ല. ഇവിടെ കൃത്യമായിട്ട് എത്ര ആളുണ്ട് എന്ന് ശരിക്കറിയണമെങ്കിൽ, വയസ്സന്മാർ എത്ര ആളുണ്ട്, പ്രായമുള്ളവർ എത്ര ആളുണ്ട്, ചെറുപ്പക്കാർ എത്ര പേരുണ്ട് എന്നറിയണമെങ്കിൽ നാളത്തെ ഖുർആൻ മത്സരത്തിന് പകരം ഒരു കബഡി മത്സരം വെച്ചാൽ മതി. അപ്പൊ മനസ്സിലാവും മഹല്ലത്തിൽ എത്ര ബാല്യക്കാരുണ്ട്, എത്ര വയസ്സന്മാരുണ്ട്. ഈ സ്ഥലം വരെ കഴിഞ്ഞിട്ടുണ്ടാവും ഫുള്ളായിട്ട്, ഇവിടെ വരെ ബാക്കി ഉണ്ടാവല കസാര, പിന്നല്ലേ താഴെ. അങ്ങനെയാ. അതിൽ നമുക്ക് പരാതിയില്ല. കാരണം എന്താ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമ്മൾ അവിടെ നിൽക്കുക. ഞാനും നിങ്ങളും ഭാഗ്യവന്മാരാണ്. അല്ലാഹു തആല ഞങ്ങളെ കബൂലാക്കട്ടെ. അല്ലാഹു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് തൗഫീഖ് ഏറ്റിത്തരട്ടെ. മരണം വരെ അല്ലാഹു നമുക്ക് തൗഫീഖ് ഏറ്റിത്തരട്ടെ, ആരോഗ്യം ഏറ്റിത്തരട്ടെ, ഓർമ്മശക്തിയും ശബ്ദവും ഏറ്റിത്തരട്ടെ, ഇഖ്ലാസും ഇൽമുൻ നാഫിയും അല്ലാഹു ഏറ്റിത്തരട്ടെ. സംഘടിപ്പിക്കാനും അവിടെ ചെന്നത് അവതരിപ്പിക്കാനും അല്ലാഹു നമുക്ക് 2 കൂട്ടർക്കും അവസരവുമായി നൽകട്ടെ. അൽഹംദുലില്ലാഹ് വലിയൊരു മജ്ലിസാണ്, വലിയൊരു മജ്ലിസ്. അള്ളാന്റെ ലോകത്തെ ഞാനും നിങ്ങൾ ഒത്തുകൂടേണ്ടത് ഇങ്ങനെയുള്ള മജ്ലിസുകളിലാണ്. അള്ളാന്റെ മാന്മാരെ പറയപ്പെടുന്ന മജ്ലിസ് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ നിന്നതാ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം ബുഖാരിയുടെ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്
ഒരവസരം സഹാബികൾ പറയുകയാണ്, കുന്നാ ഫീ ജനാസത്തി ഫീ ബഖീൽ ഖർഖദ, ഞങ്ങളതാ ബഖീൽ ഖർഖദ എന്ന ഖബർസ്ഥാനില് ഒരു മയ്യത്ത് ജനാസയുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നു. ആ നേരം ഫഅതാന റസൂലുള്ളാഹ്, അവിടെ റസൂലുള്ള കടന്നു വന്നു. വഖഅദനാ ഹൗലഹു വമഅഹു, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളെ ചുറ്റുഭാഗത്തായിട്ടിരുന്നു. ഞങ്ങൾ റസൂലിന്റെ കൂടെ ഇരുന്നു, ഞങ്ങളെ കൂടെ റസൂലുള്ള ഇരുന്നു, ഞങ്ങളും അവിടെ ഇരുന്നു. ആ ഇരുന്ന നേരത്തെ ഹബീബായ നബി തങ്ങൾ അവിടെയുള്ള വടി കൊണ്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ടായിരുത്തോ. അങ്ങനെ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മാ മിൻകും മിൻ അഹദിൻ വമാ മിൻ നഫ്സിൻ മഫൂസത്തിൻ ഇല്ലാ കുതിബ മകാനുഹാ മിനൽ ജന്നതി വന്നാർ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഖബറിന്റെ ഉള്ളിലുള്ളവരാകട്ടെ പുറത്തുള്ളവരാകട്ടെ എല്ലാവരുടെയും സ്വർഗവും നരകവും അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഖബറുവാസികളുടെ, ഈ ശ്മശാനത്തിൽ കിടക്കുന്നവരുടെ സ്വർഗമാണോ നരകമാണോ ഇനിയുള്ളവരുടെ ജീവിതം എന്ന് അല്ലാഹു തആല തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്വഹീഹായ ഹദീസാണിത്, ബുഖാരിന്റെ ഹദീസാണിത്. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കാറിൽ പറയുകയാണ്, അദ്കാറിന്റെ 288 പേജിൽ പറയുകയാണ്, അതെ അവിടെ ഇരുന്നോർ എന്ത് ചെയ്യണറിയാ, ഖബറും പുറത്തെത്തിയവർ, മക്ബറകളിലെത്തിയവർ, മഹാന്മാരുടെ മഹദികളുടെ ചാരത്തെത്തിയവര് അവിടെ ഇരുന്നിട്ട് എന്തോ രാഷ്ട്രീയം പറയേണ്ടവരല്ല, മൊബൈൽ അങ്ങനെ കുത്തിത്തിരിക്കേണ്ടവരല്ല, സൊല്ലടിക്കേണ്ടവരല്ല, സ്വറ പറയേണ്ടവരല്ല, ഭൗതികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടവരല്ല, അവിടെ ഇരുന്നിട്ട് കളിതമാശകൾ പറയേണ്ടവരല്ല. പിന്നെയാ അൽ ഖായിദൂന വയസ്തഇലുൽ ഖായിദൂന, ആ പരിസരത്തുള്ളവര്, എവിടെ ഇരിക്കുന്നവര്, മഖബറുകളിൽ ചെന്നവര്, ശ്മശാനങ്ങളിലെത്തിയവര്, അവർ എന്ത് ചെയ്യണറിയോ, ബിതിലാവത്തിൽ ഖുർആനി വദ്ദുആഇലിൽ മയ്യത്തി വൽവഅലി വഹികായാതി അഹ്ലിൽ ഖൈരി വഅഹ്വാലിസ് സ്വാലിഹീൻ. അവർ അവിടെ ഇരുന്നിട്ട് ഖുർആൻ ഓതണോ, അവിടെ ഇരുന്നിട്ട് മയ്യത്തിന് വേണ്ടി ദുആരക്കണോ, അവിടെ ഇരുന്നിട്ട് വഅലുപദേശങ്ങൾ കേൾക്കണോ, കഴിഞ്ഞുപോയ മഹാന്മാരുടെ ചരിത്രങ്ങൾ നല്ലപോലെ പഠിക്കണോ. അതാണ് അവിടെ നടക്കേണ്ടത്. എവിടെ 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 ഖബറും പുറത്ത്. അതായത് അതന്നെയാണ് ഉറൂസ്. ഉറൂസ് എന്ന് പറഞ്ഞാൽ അതന്നെ. ഉറൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുത്തനവാദികൾ പറയും പോലെ ഞാൻ വിഭാഗ്യത പറയല്ല, ഞാൻ വിഭാഗ്യത ആളല്ല. എന്നാലും തെറ്റിദ്ധരിച്ചു പോയ ചില ആൾക്കാർ പറയലുണ്ട് ഉറൂസ് ഷിർക്ക് ഷിർക്ക് ഷിർക്ക്. അത് ഉറൂസിനെ മനസ്സിലാക്കാഞ്ഞിട്ടാണ്. ഉറൂസിന് എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പൊ എന്താ നടക്കണല്ലേ? ഒന്നാമത് സിയാറത്ത്, അത് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു. രണ്ടാമത് ഖുർആൻ പാരായണം, അതും ഹബീബായ നബി തങ്ങൾ ഉടനീളം പഠിപ്പിച്ചു. അത് വീടുകളിൽ മാത്രമല്ല, മരിച്ചവർക്കും കൂടി ഖുർആൻ ഓതണമല്ല. ഇഖ്റഊ മൗതാക്കും സൂറത്ത യാസീൻ. അങ്ങനെ നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? ഈ ബടി പോലെ ഇരുന്ന് കാണുമ്പോ എനിക്കൊരു ബേജാറ്. ഇങ്ങനെ ഒരു -ഡിഗ്രിയിൽ തലല്ല ആട്ടിക്കൊള്ളിട്ടാ. കാരണം ഇതിങ്ങനെ വാപിളർന്ന് കേൾക്കാൻ ഇത് കൊല്ലം ഷാപ്പിന്റെ പാട്ടല്ല അല്ലേ? അപ്പൊ നിങ്ങളൊരു റീപ്ലൊക്കെ തരണം. ഒരു കാര്യം 2 മണിക്കൂർ വയലിൽ, 1.5 മണിക്കൂറിന്റെ വയലിൽ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഞങ്ങളെ ഉറൂസ് കമ്മിറ്റിയും ജമാഅത്ത് കമ്മിറ്റിയും അധ്വാനിച്ച അധ്വാനം ഫലപ്പെട്ടു. എന്റെ ഈ പറച്ചല്, എന്റെ ഈ വരവ് ഫലപ്പെട്ടു. നിങ്ങൾ ഈ തിരക്കുള്ള സമയം ഇതിനു വേണ്ടി ഉപയോഗിച്ചത് അള്ളാന്റെ അടുക്കൽ ഫലപ്പെട്ടു. ഒരു കാര്യം പഠിച്ചെടുത്താൽ മതി. ഒന്ന്, ഇനി 1.5 മണിക്കൂറിൽ കേട്ടത് എല്ലാം പഠിച്ചെടുത്ത പിന്നെ പറയണ്ടല്ലോ. പിന്നെ സക്കര തോട്ടದಲ್ಲಿ, കബ്ബിണ തോട്ടದಲ್ಲಿ സക്കര ಬೆಳೆದಂತೆ. നിങ്ങളെ ഭാഷ ഏതാണോ? എന്റെ ഭാഷ തന്നെ അല്ലേ? നിങ്ങളെ ഭാഷ ഏത്? സംസ്കൃതി അല്ലെ? നിങ്ങൾക്ക് ഭാഷ ഇല്ലേ? അല്ല, ഭാഷ ലാംഗ്വേജ് ഇല്ലേ? നിങ്ങൾ നാളെ ക്ലിപ്പ് വരുമ്പോ ശ്രദ്ധിക്കണം കേട്ടാ. നിങ്ങൾ എന്റെ കൂടെ വേണം കേട്ടാ. ചെറിയൊരു തലാട്ടിക്കോളൂ. നിങ്ങൾ ഈ വെള്ളത്തിൽ വേണം അടക്കമാതിരി നിങ്ങളെ പൊന്തിക്കണത്തിന് ദമ്മുടിച്ചിക്കണം. എന്താ ഊതി വീർപ്പിച്ച ബലൂന് പോലെ റിലാക്സ് ആയിട്ടിരിക്കുക. എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ച് മഹദിയുടെ ചാരത്ത് സന്തോഷത്തോടെ ഇരിക്കുക. മനസ്സ് തുറന്നിട്ടിരിക്കുക. എല്ലാം ഒരു ഇത്തിരി നേരം അല്ലാഹുവിലേക്ക് ചിന്തിച്ചിരിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാം ക്ലിയർ ആവും. കുറഞ്ഞ കാലത്ത് ആയിസേ ലോകത്തുള്ളൂ. ഇവിടെ ഒരു മസിൽ പിടുത്തം വേണ്ട. മനസ്സിന്റെ അകത്ത് ദുശ്ചിന്തകളോ വൈകാര്യമോ
വിരോധമോ പകയോ വിദ്വേഷമോ ഒന്നും വേണ്ട. നേരത്തെ തങ്ങൾ പറഞ്ഞല്ലോ, കിടക്കണ നേരത്ത് നീ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഫിർലിൽ മുഅ്മിനീൻ അല്ലാഹുമ്മ റഹമിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ച റബ്ബേ ഞാനടക്കമുള്ള എല്ലാ വിശ്വാസികൾക്കും നീ പൊറുക്കണേ അല്ലാ, പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ, നീ റഹ്മത്ത് ചെയ്യല്ലാ എന്ന് നീ എങ്ങാനും ഓരോ ദിവസം കിടക്കുന്നതിന്റെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗം ഉറപ്പാണ്. കാരണം അത് പറയണമെങ്കിൽ നിന്റെ കൽബ് നന്നായിട്ടുണ്ടാകണം, അല്ലേ? അല്ലെങ്കിൽ എന്താ പറയാ, പഠിച്ചോനെ വീട്ടിന്റെ അപ്പുറത്തുള്ള മമ്മദാജിക്ക് മാത്രം പൊറുക്കണ്ട, പിന്നെ എല്ലാവർക്കും പുറത്തിരുന്നു. കാരണം എന്തേ, അയാൾ കിണറിന്റെ വെള്ളം എടുക്കാൻ വിടുന്നില്ല, അപ്പൊ അയാൾക്ക് പൊറുക്കണ്ട, ബാക്കി എല്ലാവർക്കും പുറത്തിരുന്നല്ല പറയലേ. അങ്ങനെ എല്ലാരും ഇപ്പൊ പറഞ്ഞേ അയാളെ ഒഴിവാക്കിയ യെസ് ഓർണോ? നിങ്ങളൊന്ന് ഉഷാറാണ് കേട്ടാ, ഇങ്ങോട്ടേക്ക് ആ നിങ്ങളൊന്ന് ഉഷാറായി. ഇന്നിങ്ങനെ നാളെ നിങ്ങളെ സൗകര്യം പോലെ ചെയ്തോ. ഇന്നിങ്ങനെ അത് കാരണം ഞാൻ വളരെ ക്ഷീണിച്ചിട്ടാണല്ലോ ദൂരെ നിന്ന് വരുന്നത്. എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടില്ല. നേരത്തെ അവിടെ ചെന്നു, അൽഹംദുലില്ലാ. അതിന്റെ ആവശ്യമില്ല, അൽഹംദുലില്ലാ. തടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളെ ദുആ മഹദിയുടെ ബർക്കത്ത്. എന്നാലും 2 മണിക്കൂറോളം ഇപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കണ്ടേ? ആ ട്രെയിനിത് കഴിഞ്ഞിട്ട് ഒന്ന് കാലു നീട്ടി ഉറങ്ങാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് യാത്ര പോകണ്ടേ? ആ ഉസ്താദെ കാറിൽ ഉറങ്ങാലോ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഇല്ലേ, എന്തായാലും ആയാലോ, അല്ല കാക്കട്ടെ. ആ കാറിൽ ഇരിക്കുന്നവർ അങ്ങനെ ഉറങ്ങാൻ പാടില്ല. ഡ്രൈവറിന്റെ സീറ്റ് മുമ്പിൽ ഇരിക്കുന്നവർ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. പ്രത്യേകിച്ച് ഏകദേശം 1 മണി കഴിഞ്ഞ് 2:45 ഇടയിലുള്ള സമയം. ഏത് ഉറങ്ങാത്തോനും 1 മിനിറ്റിന്റെ ഒരു കണ്ണിച്ചുമലുണ്ടാവും. യാത്രയുമാണ്. അള്ളാഹു ബദരീങ്ങളെ കാവല് നൽകട്ടെ, മഹദിയുടെ കാവല് നൽകട്ടെ. അപ്പോ ഞാൻ ഇത് പറഞ്ഞതിനറിയാം, ഇത്ര കണ്ട് ക്ഷീണവും തിരക്കെല്ലാം ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾ ഒന്നും കൂടി ഉഷാറായിട്ട് ഇങ്ങോട്ടൊരു തലെല്ലാം ആട്ടുമ്പോ ഞാൻ എന്റെ ക്ഷീണം മറക്കുന്നു. അങ്ങനെയാണല്ലോ. നിങ്ങളിങ്ങനെ പൂത്ത് വെച്ച് ഈ പന്തലിടാൻ വേണ്ടി വെച്ച് ഇരുമ്പ് മാതിരി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലേ അത് നടക്കൂല. നിങ്ങളൊന്നും ബേജാറാക്കണ്ട, നിങ്ങളൊന്നും വിഷമിക്കണ്ട. നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, ആക്ഷേപിച്ചതല്ല. അല്ലാഹു തആല ഞങ്ങൾക്ക് സന്തോഷവും റാഹത്തും ഏറ്റിത്തരട്ടെ. പറഞ്ഞു വന്നത് മഹാന്മാരുടെ മക്ബറകളിൽ നടക്കുന്നത് ഇത് മാത്രമാണ്. അത് നടക്കണമെന്ന റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ്, മഹാന്മാർ ബുഖാരിന്റെ ഹദീസ് വിശദീകരിച്ചിട്ടായി പറഞ്ഞ അവിടെ നടക്കേണ്ടത് ഖുർആൻ പാരായണം അല്ലേ? അതല്ലേ നടക്കുന്നുള്ളൂ. അവിടെ നടക്കുന്നത് പ്രാർത്ഥന, ദുആ, തവസ്സുൽ, ഇസ്തിഗാസ, അതൊക്കെയും ഇസ്ലാമികമാണ്. അവിടെ നടക്കുന്നത് സിയാറത്താണ്. അവിടെ നടക്കുന്നത് വൽവഅലു വഹികായത്തുൽ അഹ്വാലിസ് സ്വാലിഹീൻ. അവിടെ നടക്കുന്നത് വഅലാണ്, ഉപദേശമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞുപോയ സച്ചരിതരായ മഹാന്മാരുടെ ചരിത്രങ്ങൾ പറയലാണ്. അവരുടെ ആപാദനങ്ങൾ വാഴ്ത്തലാണ്, അവരെ അനുസ്മരിക്കലാണ്. അതന്നെയാണ് കൂട്ടരെ ഉറൂസ്. അത് നടക്കണമെന്ന ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ പറയും മക്കത്തുണ്ടോ മദീനത്തുണ്ടോ? അവിടെ എപ്പോഴും ഉണ്ട്, അവിടെ എപ്പോഴും സിയാറത്താണ്. ഞങ്ങളെ കല്ലാഞ്ചിറയിൽ കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം അവിടെ എപ്പോഴും സിയാറത്തുണ്ട്. അവിടെ എന്നും ഖുർആൻ പാരായണമുണ്ട്. അവിടെ എപ്പോഴും അങ്ങനെ ഹയാത്താണ്. പിന്നെ ഈടുത്ത പോലെ നടക്കാന് അവിടെ നാടും ഭരണവും ചേഞ്ച് അല്ലേ? അപ്പൊ അതിനനുസരിച്ച് ഉണ്ടാവും. ഏതുവാകട്ടെ, ഞാൻ അത് പറഞ്ഞല്ല. എന്നാലും മഹാന്മാരുടെ ഹദ്റത്തിൽ അത് വേണം. ഇത് കേവലം ഒരു ചടങ്ങല്ല, ഇത് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയല്ല, ഇത് കച്ചവടം ബിസിനസ് ഉണ്ടാക്കാനുള്ള ഏർപ്പാടല്ല. അതിന്റെ ഇടയിൽ അതൊക്കെ ആയിക്കോട്ടെ, തെറ്റല്ല. എന്നാലും ഇതുകൊണ്ട് ഞാൻ നേടേണ്ടത് നാളെ ആഖിറത്തിലേക്കുള്ള കൂലിയാണ്, പരലോകത്തേക്കുള്ള നന്മയാണ്. പ്രത്യേകിച്ച് മഹാന്മാരോടൊപ്പം ബന്ധപ്പെടുമ്പോ, അവരുമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോ, അവരിലൂടെ ഞങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ നോക്കുമ്പോ അവിടെ ഞങ്ങളെ കാര്യം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു എളുപ്പമാക്കുന്നു. അവരെ കൂടെ ആകണേ, അവരെ കൂടെ പോകണേ, അവരെ കൂടെ ചേരണേ എന്നാണല്ലോ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ. യാ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. നിങ്ങളെ ആരാധനകളില്, നിങ്ങളെ ഇടപെടലുകളില്, നിങ്ങളെ ഇടപാടുകളില്, നിങ്ങളെ കച്ചവടം, ബിസിനസ്, സാമ്പത്തികമായ രംഗങ്ങളില്, നിങ്ങളെ കുടുംബപരമായ
കുടുംബപരമായ രംഗങ്ങളില്, നിങ്ങളെ എല്ലാ ആരാധന കർമ്മങ്ങളിലും. ആ കുഞ്ഞുമോനെ വിളിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം? എന്താ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിലേക്ക് നിങ്ങൾ വഴിപ്പെടണം, മുന്നിടണം. എന്നിട്ടല്ല പറയുകയാണ്, വകൂനൂ മഅസ്സാദിഖീൻ, വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ നല്ലവരോടൊപ്പം ചേരണേ. സ്വാലിഹീങ്ങളെ കൂടെ കൂടണോ, അവരെ മറക്കണോന്നല്ല, അവരവരെ പാട്ടിന് വിട്ടിട്ട് നീ അങ്ങനെ മേലെ പോകണോന്നല്ല, അവരെ കൂടെ കൂടണേ. കാരണം അവർ അല്ലാഹുവിന്റെ ലോകത്ത് നല്ലവരിൽ നല്ലവരായി ജീവിച്ചവരാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയ നേരം മഹാനായ സഫ്വാൻ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു, സഫ്വാൻ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളോട് മദീനയിലെത്തിയ പാട് ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, പൊന്നാര നബിയേ ഞാൻ നിങ്ങളെ നല്ലോണം സ്നേഹിക്കുന്നു നബിയേ, എനിക്ക് അങ്ങയോട് വല്ലാതെ ഇഷ്ടമാ നബിയേ, എനിക്ക് നിങ്ങളോട് വല്ലാത്ത മഹബ്ബത്താ നബിയേ എന്ന് പറഞ്ഞ നേരം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി എന്തറിയാ? അൽ മർഉ മഅ മൻ ഹബ്ബാ, നീ ആരെയാണോ പിരിശം വെക്കണത് അവരോടൊപ്പമാണ്. സ്വാലിഹീങ്ങളെയാണോ, നല്ലവരെയാണോ, മഹാന്മാരെയാണോ, മഹത്തുക്കളെയാണോ, എന്നാൽ നിന്റെ ദുനിയാവും ആഖിറവും അവരെ കൂടെയാണ്. അവരുടെ എല്ലാ തിരുനോട്ടവും നിനക്കുണ്ട്. അവരെ കൂടെ ചേരണേ, കാരണം അവർ വലിയവരാണ്. അല്ലേ? അവരുടെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും അവർ അല്ലാഹുവിനെ വഴിപ്പെട്ടവരാണ്, സുഖത്തിലും സന്തോഷത്തിലും. നമുക്ക് അല്ലാഹുക്ക് വഴിപ്പെടലും അല്ലാഹുവിന്റെ ബോധവും അല്ലാഹുവിന്റെ ഓർമ്മയും എപ്പോ കഷ്ടകാലം വരണം, കച്ചവടം പൊട്ടണം, അല്ലെങ്കിൽ ലവ് പൊട്ടണം, തേക്കണം. അപ്പൊ പിന്നെ നേർച്ച ആവലും പൊടവിരിക്കലും 3 ഖത്തം നേർച്ചാക്കലും. ആരോ ഒരാൾ ചിരിക്കുന്ന കാണുമ്പോ വല്ലാത്ത ഡൗട്ട് ഉണ്ട്, ലവ് പൊട്ടിയോന്ന്. കഷ്ടകാലം വരുമ്പോഴാ ഞങ്ങളെ മടക്കം അല്ലാഹുവിലേക്ക്. ആനകാലത്ത്, ആയകാലത്ത്, ആരോഗ്യകാലത്ത്, സന്തോഷത്തിന്റെ കാലത്ത്, സുഖത്തിന്റെ കാലത്ത്, എല്ലാം കൊണ്ട് സമ്പൽ സമൃദ്ധി ഉണ്ടായ കാലത്ത് ഞങ്ങൾക്ക് അല്ലാഹുവിനെ വേണ്ട, അല്ലാഹുവിന്റെ ബോധമില്ല. ഉള്ള കച്ചവടം നാളെ അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് പാളിസാവട്ടെ, പിന്നെ പറയണ ഉസ്താദെ കാര്യമായിട്ട് ദ്വാരക്കണം ഉസ്താദെ, എല്ലായിടത്തും ദ്വാരക്കണം ഉസ്താദ്. അയാളെല്ലാ ജമാഅത്തിനും വരാനും തുടങ്ങും. കൊല്ലത്തിലൊരിക്കൽ മക്ബറയിലേക്ക് സിയാറത്തിന് വന്ന ആളും നാളെ മുതൽ 5 നേരവും വരും, നിസ്കരിക്കാൻ വരും പോലെ. എന്തേ? അപ്പൊ മനസ്സിലാക്കണം കച്ചവടം പൊട്ടീന്. സങ്കട വന്താക്ക വെങ്കടമണ. കഷ്ടകാലം വരുമ്പോ അള്ളാന്റെ ഓർമ്മ അതിന്റെ അർത്ഥം. ഇവർക്കെന്ത് പ്രശ്നമുണ്ടല്ലോ, ഇരിക്കുന്നുണ്ട് പ്രശ്നമുണ്ട്. നിങ്ങൾക്കൊന്നൊക്കെങ്കിലും എന്റെ ഭാഷ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ രാത്രിയിലെ ഭക്ഷണം കഴിച്ചിട്ടാ. മനസ്സിലാകുന്നില്ലേ? എന്റെ ഭാഷ മനസ്സിലാകുന്നില്ലേ? അൽഹംദുലില്ലാഹ്, ഞാൻ മലയാളിയാണ്, എന്നെ തമിഴിലാക്കണ്ട, മലയാളിയാണ്. അതായത് നമ്മളെ ഞമ്മക്കുള്ള എല്ലാ അള്ളാന്റെ ബോധവും പേടിയും. നിങ്ങൾ നോക്കൂ, സത്യം പറഞ്ഞാൽ 40 ദിവസം കൂടുമ്പോ ഒരു മുസ്ലിം ഒരു ഖത്തം തീർക്കണമെന്നാ. ആണാവട്ടെ പെണ്ണാവട്ടെ, 40 ദിവസം കൂടുമ്പോ ഒരു ഖത്തം തീർക്കല് ഖുർആനിനോടുള്ള കടമയാണ്, ബാധ്യതയാണ്, ഖുർആനിനോടുള്ള ഹക്കാണ്. 6666 ആയത്തുകൾ അടങ്ങുന്ന 114 സൂറത്തുള്ള 30 ജുസ് 40 ദിവസം കൊണ്ട് തീർത്തിരിക്കണം ഒരാൾ. ഒന്ന് നെഞ്ചത്തെ കൈവച്ചിട്ട് ആലോചിച്ചോക്ക്. 55 വയസ്സുള്ളവരുണ്ട്, 60 വയസ്സ് കഴിഞ്ഞ ഉമ്മുണ്ട്, 48 കഴിഞ്ഞ ബാല്യക്കാരത്തിയുണ്ട്. ഒന്ന് സ്വയം ആലോചിച്ചു, ആരോടും പറയണ്ട, സ്വകാര്യാണ്, പറഞ്ഞാൽ നാറും. എത്ര ഖത്തം തീർത്തുന്നു ഒന്ന് ആലോചിച്ചോക്ക്. 40 ദിവസം ഫത്വൽ മുഈനിലുണ്ട് മസാല. 40 ദിവസം 40 30 ജുസ് തീർക്കാൻ 40 ദിവസത്തിനാ.
ആ സംഭവം എന്താ അറിയോ? ഒന്നാമത് അള്ളാന്റെ വിശാല മനസ്സ് പാവങ്ങളായ ഞങ്ങളോടുള്ള കാരുണ്യം കാട്ടി. പിന്നെ നമ്മൾ തിരക്കിലാണല്ലോ, ജോലി, അങ്ങനെ ഇങ്ങനെ, കുറി, നറുക്ക്, ഉറൂസ്, പാച്ചല്, ഓട്ടം, യാത്ര, അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ പെങ്ങള്, ഓൾക്ക്, പിന്നെ കുളി കാര്യങ്ങൾ, അശുദ്ധി, മാസക്കുളി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിഗണിച്ച് മേലായ റബ്ബ് പറഞ്ഞു 30 ദിവസത്തിൽ 30 ജുസ് തീർക്കണ്ട, 30 ദിവസത്തിൽ 30 ജുസ് എന്ന നിലക്കാക്കണ്ട, 40 ദിവസത്തിൽ 30 ജുസ് ആയിക്കോ. എന്നിട്ട് ഞങ്ങൾ എത്ര തീർത്ത്? എല്ലാരും ഞാൻ പറയണില്ല, ആരും കൈപ്പൊക്കണ്ട. എന്നാലും ഇന്നോളം ഓതാത്ത മനുഷ്യൻ നാളെ മുതൽ ഓതുന്ന കാണുമ്പോ മനസ്സിലായിക്കോളണോ, ഒന്നൊക്കെല്ലോ ഓൻ എന്തോ ഒരു ഫോൾട്ട് എന്തോ അതിന് അളിയൻ വിസ അയക്കെന്ന് പറഞ്ഞ അളിയൻ ചിലപ്പോ ഫോൺ എടുക്കുന്നുണ്ടാവില്ല. ആ വിസ അയക്കാന്ന് പറഞ്ഞ അളിയന് ഫോൺ എടുക്കുന്നുണ്ടാവില്ല. പടച്ചറപ്പേ ഓന് മനസ്സ് കൊടുക്കണേ എന്ന് നീയത്താക്കിയിട്ടാണ് ഈ കത്തം ഓതാതിരുന്നിടെ. അല്ലാണ്ട് പടച്ചോനെ നിന്റെ കൂലിക്ക്, നിന്റെ ആഖിറത്തിന്, എന്റെ ആഖിറത്തിന്റെ രക്ഷക്ക്, നിന്റെ പൊരുത്തത്തിന് എന്ന് പറഞ്ഞിട്ടല്ല ഈ ഓതണത്. അങ്ങനെ ഓതല് തെറ്റുന്നല്ല, ആ നിലക്ക് ഓതല് തെറ്റുന്നല്ല ഈ പറഞ്ഞു വരുന്നത്. മറിച്ച് അല്ലാഹു തആലാക്ക് ഫിസ്സറായി വല്ലറായി, സന്തോഷകാലത്തും സന്താപകാലത്തും നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചോ, അല്ലാഹ്ക്ക് വഴിപ്പെട്ടോ. നിങ്ങളെ രഹസ്യകാലത്തും പരസ്യകാലത്തും ജനകൂട്ടത്തിന്റെ ഇടയിലും നിങ്ങൾ ഏകാന്തതയിലും നിങ്ങൾ അല്ലാഹനെ പേടിച്ചോ. ആൾക്കാരുടെ ഇടയിലാകുമ്പോ വല്ലാത്ത ഭക്തിയും ഈമാനും നിസ്കാരവും നിലപാടും, ഒറ്റക്കുള്ള ജീവിതത്തിലാണെങ്കിൽ വളരെ മോശപ്പെട്ട നിലപാട്, വളരെ മോശപ്പെട്ട ജീവിതം പാടില്ല. من ذكر الله ورجلا ذكر الله خاليا ففاضت عيناه. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വറജുലാൻ, ഒരു മനുഷ്യന്, ആണാവട്ടെ പെണ്ണാവട്ടെ, ഇവിടെയുള്ള റജുലിന് ആണ് നല്ല അർത്ഥം, മനുഷ്യന് എന്നാണ് അർത്ഥം. ആണുവാകാ പെണ്ണുവാകാ, മഹാന്മാർ അങ്ങനെ വിശദീകരിച്ചോ. വറജുലാൻ, ഒരു മനുഷ്യന്, ഒരാണോ ഒരു പെണ്ണോ, ദക്കറല്ലാഹ ഖാലിയാ, ഏകാന്തതയിൽ ഇരുന്നിട്ടല്ലാഹനെ നല്ലോണം ഓർത്തു, അവന്റെ മുമ്പിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് അങ്ങനെ ദുആരുന്നു, നല്ലോണം ദിക്റ് സ്വലാത്തു ചൊല്ലിയ ഒറ്റപ്പെടലിൽ ഉമ്മ. പിന്നെ എന്നിട്ട് കണ്ണുകളങ്ങനെ ഇരണിഞ്ഞു, കണ്ണുകളങ്ങനെ സജലമായി ഒഴുകി തുടങ്ങിയാൽ നാളെ പരലോകത്ത് അങ്ങനെയുള്ള ആണ് പെണ്ണുങ്ങൾക്ക് അർശിന്റെ തണലുണ്ട്. ഹബീബുൽ വറാ റസൂലുള്ളാഹ് നല്ല പോലെ മനസ്സിലായിക്കോ, ചെറിയ കാര്യമല്ല. സന്താപഘട്ടത്തിൽ മാത്രമല്ല അള്ളാന്റെ ബോധം വേണ്ടത്, സന്തോഷഘട്ടത്തിലും വേണം. നമ്മള് നർക്ക് കുറി, എവിടെ എന്താ പറയാ, മാസക്കുറി, കുറി അല്ലെങ്കിൽ നർക്ക് ഒക്കെ ഉണ്ടല്ലോ, ഏർപ്പാടുണ്ടല്ലോ. അത് 1-ാം തീയതിക്കാണ് മറിക്കല്. മഹാന്മാരെ ഓർമ്മ വരുന്ന ഒരു ഉദാഹരണം പറയാം. അള്ളാന്റെ ഓർമ്മ കേൾക്കണം, ഇതിപ്പോ നിങ്ങൾ കേൾക്കണം. അള്ളാന്റെ ഓർമ്മ വരുന്ന ഒരു ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ, മസലൻ, ഉദാഹരണം, 1-ാം തീയതിക്കാണ് അത് മറിയല്, അടുത്ത ഒന്നിന് അല്ലെങ്കിൽ കഴിഞ്ഞ ഒന്നിന്, ഏത് വട്ടം ഒരു 1-ാം തീയതിക്ക്. ഈ 30 തൊട്ട് 1 തൊട്ട് അടുത്ത ഒന്നിന്റെ ഇടയിലാണ് അടുത്ത 1-ാം തീയതിക്കാണല്ലോ കുറി മറിക്കല്, നറുക്ക് മറിക്കല്. ആ മാസത്തിലെ 25-26 ദിവസം വരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, സ്കാരം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, അത് ഒത്തും ഉണ്ടാവില്ല. 29-30 ഓന്റെ നേർച്ച, ഓന്റെ നീയത്ത്, ഓന്റെ കരുത്ത്, പടച്ചോനെ ഈടക്ക് 3 പൊടം, ആടക്ക് 4 ഹത്തം, ഈ കുറിന്റെ നറുക്ക് എനക്ക് മറിക്കണോ അല്ല. അത് ആദ്യം ഉണ്ടെങ്കിൽ പഠിച്ചു എളുപ്പാക്കും, അപ്പൊ വേണ്ടെന്നല്ല. ഏതോ ഒരു ചങ്ങായി മീൻ പിടിക്കാൻ പോയത്ര, നിങ്ങൾ കേട്ടണോ ഞാൻ അറിയില്ല, നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? ഒരു ചങ്ങായി മീൻ പിടിക്കാൻ പോയത്ര. മീൻ പിടിക്കാൻ പോയവന് എപ്പോ നോക്കിയാൽ മീൻ കിട്ടണില്ല. ചൂണ്ട ഇടുന്നു അങ്ങനെ പോന്നു, ചൂണ്ട ഇടുന്നു അങ്ങനെ പോന്നു, മീൻ കിട്ടണില്ല. ഒരു ദിവസവും വീട്ടിൽ തന്നെ ഇറങ്ങുമ്പോ കരുതിയല്ലോ, ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ മീൻ പിടിക്കാൻ പോന്നു. ഇന്നും കാനും മീൻ കിട്ടിയാൽ നേരെ പകുതി പള്ളിയിൽ ഉസ്താദിന് സ്വതക്ക കരുതി, ദാനം കരുതി, നേരെ പകുതി
നിങ്ങൾ ഒന്ന് പറയും, എല്ലാം ഞാൻ എന്നെ പറഞ്ഞാൽ ക്ഷീണിക്കൂലേ? പള്ളിയിൽ ഉസ്താദിനെ, അതായത് മക്കാമിലേക്ക് കരുതി. അങ്ങനെ കരുതിയിട്ടാവും പോയേ. സുബ്ഹാനല്ലാഹ്, എപ്പോ നോക്കിയാലും ഓൻ ചൂണ്ടയിടുമ്പോ ഓന്റെ ഇടതുള്ളവനും വലതുള്ളവനും കിട്ടുമെന്നല്ലാതെ ഈ മിഡിലുള്ള AAP പാർട്ടിക്കാരന് കിട്ടലേ ഇല്ല. അല്ല, ഇനി ഇടത് വലുതായാലും നാളെ പാർട്ടി ആയി പോണ്ടാന്ന് അതിനെ ഞാൻ മിഡിൽ കൂട്ടിയത്. കാരണം ബാ തുറക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ അൽഹംദുലില്ലാ ഞാൻ അങ്ങനെയല്ല പറഞ്ഞ. എന്നാലും അപ്പൊ എല്ലാവർക്കും മീൻ കിട്ടി, ചങ്ങ കിട്ടില്ല. ഇന്നെന്താക്കി ഈ രീതിയിലാ കരുതിയിട്ട് പോയ പകുതി ഏതായാലും കിട്ടിയതിന്റെ നേരെ പകുതി. 4 എണ്ണം കിട്ടിയ 2 എണ്ണം ഉസ്താദിന്, 1 കിട്ടിയ നേരെ പകുതി ഉസ്താദ് എന്നും കരുതിയിട്ടും പോയിട്ട് സുബ്ഹാനല്ലാഹ് ബിസ്മിയും പറഞ്ഞിട്ട് ചൂണ്ട ഇട്ട പാടെ ആ സെക്കൻഡിൽ ഇതാ എന്ത് എന്ത് മീന്, പേടവടക്കുന്ന മീന്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ ഈ ചങ്ങായി തന്റെ പിന്നിൽ കുത്തിയിരുന്ന പാക്കുണ്ടല്ലോ, എന്താ പറയാ, ചീല, കൊട്ട എടുത്തിട്ട് ആ മീൻ അങ്ങനെ എടുത്തിട്ട് പിടിച്ചിട്ട് ഇതിലേക്ക് തള്ളുന്നതിന്റെ ഇടയില് ഓ മനസ്സിൽ പറയാണത്രേ, ഉസ്താദിന് പകുതി. അത് വെറുതെ പറഞ്ഞല്ലേ എന്ന് പറയണമെങ്കിൽ മീൻ വെള്ളത്തിൽ ചാടി. അപ്പം പറയണല്ലോ പഠിച്ചോനെ നോക്കിയിട്ട്, പഠിച്ചോനെ ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ, നീ കാര്യമാക്കിയാന്ന്. നിന്റെ ഈ തമാശക്കാരൊക്കെ അള്ളാഹ്ക്ക് അറിയാലോ. അതായത് കിട്ടുന്നത് വരെ നാരായണ, കിട്ടിക്കഴിഞ്ഞാല് കൂരായണ. അത് ശരിയല്ല. എപ്പോഴും ഞങ്ങളെ രഹസ്യ സ്വഭാവങ്ങളിലും രഹസ്യ ഇടപെടലുകളിലും രഹസ്യ സങ്കേതങ്ങളിലും ഞങ്ങളെ ദുഃഖകാലത്തും സന്തോഷകാലത്തും ജനങ്ങളുടെ ഇടയിലും പരസ്യകാലത്തും എല്ലാ കാലത്തും ഞാനും നിങ്ങളും അല്ലാഹ്ക്ക് വഴിപ്പെടുന്നവരാകണം, തഖ്വയുള്ളവരാകണം. ചരിത്രം കേട്ടിട്ടില്ലേ? മഹാനായ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന വിശാലമായ സാമ്രാജ്യത്തിന്റെ അധിപനായ ഇസ്ലാമിക ലോകത്തെ 2ാമത്തെ അമീറായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനർ അങ്ങനെ നടന്നു പോവുകയാ. മഹാനർക്കൊരു സ്വഭാവമുണ്ട്, രാത്രിയിൽ ഇങ്ങനെ ആരും അറിയാതെ ചിലപ്പോ സ്വന്തമായിട്ട് അല്ലെങ്കിൽ വേഷം മാറിയിട്ട് ഇങ്ങനെ നടക്കോ. ഇന്നത്തെ പോലെ റബ്ബറൈസ്ഡ് റോഡല്ല, ടാറിട്ട റോഡല്ല, പഞ്ചായത്തിന്റെ ലൈറ്റ് ഇല്ല, ഇലക്ട്രിക് കമ്പത്തിൽ ബൾബില്ല, ഒന്നുമില്ലാത്ത 1400 ആണ്ടുകൾക്ക് മുമ്പത്തെ ആ മക്കാ മരുഭൂമിയില് മദീനയുടെ പരിശുദ്ധ മണ്ണില് അതെ ഈത്തപ്പന മട്ടല് കൊണ്ടുണ്ടാക്കിയ വീടുകൾക്ക് കൂരകൾക്കിടയിലൂടെ മഹാനറങ്ങനെ നടക്കോ. വല്ല അവിഹിതങ്ങളും നടക്കുന്നുണ്ടോ? വല്ല കട്ടപ്പാടുകളും അനുഭവിക്കുന്നവരുണ്ടോ? ബേജാറുള്ളവരുണ്ടോ? എന്റെ ഭരണകൂടത്തിൽ എന്നെ ആവശ്യമുള്ളവരുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് രഹസ്യമായിട്ട് മഹാൻ സ്വന്തമായിട്ട് അങ്ങനെ ഇറങ്ങും. ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ്? ലോകത്തെ കിടകിട പറപ്പിച്ച ലോകം കണ്ട സത്യസന്ധനായ ഭരണാധികാരി, ഹബീബായ നബി തങ്ങളെ അമ്മോഷനായ ഭരണാധികാരി, ഇസ്ലാമിക ലോകത്ത് അമീറായ ഭരണാധികാരി, ഉമറും ഫിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലാണ് എന്ന് ഉറപ്പിക്കപ്പെട്ട ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനറങ്ങനെ നടക്കുമ്പോ ഒരു ചെറിയൊരു വീട്, ഒരു ഈത്തപ്പന മട്ടൽ കൊണ്ടുണ്ടാക്കിയ ഒരു ചെറ്റക്കുടില്, ആ കുടിലിന്റെ അകത്തതാ ഒരു രാത്രി പകുതി കഴിഞ്ഞിട്ട് പാതിരാ നേരം കഴിഞ്ഞ് ഒരാ സമയത്ത് അവിടെ അതാ എന്തോ സ്വകാര്യ സംഭാഷണം, അവിടെ എന്തോ ഒരു സ്വകാര്യ സംസാരം വീടിന്റെ അകത്ത്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിലേ നടന്നു പോകുമ്പോ ഒന്നും കൂടി കാതുകൂർപ്പിച്ചോ. അങ്ങനെ മറ്റുള്ളവരുടെ രഹസ്യങ്ങളൊന്നും കേൾക്കാൻ പാടില്ല. അതായി പറഞ്ഞ മറ്റുള്ളവന്റെ ഫോൺ എടുത്തിട്ടല്ല അങ്ങനെ നോക്കാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, എല്ലാവരും മൊബൈലിലും ഡബിൾ ലോക്ക് ഉണ്ടാവും. പ്രത്യേകിച്ച് ഫ്രണ്ടിന് ഓപ്പൺ അറിയാം, ലോക്ക് നമ്പർ പാസ്വേഡ് അറിയാമെങ്കിലും സ്വന്തം കെട്ടിയോൾക്ക് പാസ്വേഡ് അറിയില്ല. കെട്ടിയോനും അറിയില്ല. നട്ടലുള്ള ഭർത്താവ് ഇന്ന് പോയിട്ട് മേശപ്പുറത്ത് നിന്റെ മൊബൈല് ലോക്ക് എടുത്തിട്ട് വെച്ച കാട്ടോ. കുറെ ആൾ ചിരിക്കുന്നുണ്ട് കുടിക്കാതെ. അങ്ങനെയാണ്, ഇരിക്കട്ടെ, ആയിക്കോട്ടെ, നല്ല തന്നെയാണ്. ലോക്ക് നല്ലതിനാണ്. എന്തിനറിയോ? അത് ആരും അറിയാൻ പാടില്ല എന്നൊന്നുമല്ല, പക്ഷേ മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ ഞങ്ങൾ ഇടപെടാൻ പാടില്ല.
പ്രത്യേകിച്ച് ഇടക്കണ്ണിട്ട് നോട്ടം, മറ്റുള്ളവരിലേക്കുള്ള നോട്ടം, മറ്റുള്ളവരത് ചുയന്നന്വേഷിക്കുക, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ പരുതുക. ഇത് ശരിയല്ല, ഇത് നല്ല സ്വഭാവമല്ല. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അയാൾ അതിലേ പോകുന്ന നേരത്തെ അയാൾ ഞങ്ങളെ നോക്കിയിട്ട് അയാളടുത്തുള്ള ഒരാളുടെ എന്തോ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പിന്നെ പോയതിന്റെ ശേഷം ഓനോട് പോയിട്ട് അയാൾ പോയതിന്റെ ശേഷം ഞങ്ങൾ അവിടെ പോയിട്ട് അയാൾ നിന്നോട് നേരത്തെ സംസാരിക്കുമ്പോൾ ഞങ്ങളെന്തോ നോക്കിയിട്ട് പറഞ്ഞല്ലോ, അതെന്ത് എന്ത് 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 ചോദിക്കാൻ പാടില്ലാതെ ചോദിക്കരുത്. അത് എന്തോ ആട്ടെ, ഞങ്ങളെ കുറിച്ചാവും, അല്ലെങ്കിൽ ചിലപ്പോ അല്ലാതിരിക്കും. ചോദിക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമത് മൂന്നാളുണ്ടായിരിക്കെ രണ്ടാൾ സ്വകാര്യ സംഭാഷണം സംസാരിക്കാൻ പാടില്ല. അത് അയാൾക്കിടയിൽ ചിലപ്പോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും. റസൂലിന്റെ ഹദീസാണ്. അല്ല ഉസ്താദേ, എന്തെങ്കിലും ഇയാളോട് മാത്രം പറയേണ്ട വിഷയമാണെങ്കിൽ അത് പോയിട്ട് വീട്ടിൽ പറഞ്ഞാൽ മതി. അത് ഈടെ ഒന്നിച്ചിട്ട് 10-8-9 മണിക്കൂറോളം ആയി ഒന്നിച്ചിരിക്കുന്നത് മൂന്നാള്. അങ്ങനെ ചായ കുടിച്ച് പരസ്പരം എല്ലാം പങ്കുവെച്ച് കല്ലിന്റെ JCBന്റെ എല്ലാ കണക്കും പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓനെ മാത്രം മുഹമ്മദിനെ മാത്രം വിളിച്ചിട്ട് ഇക്ബാലിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് മുഹമ്മദിനെ പാടില്ല. കാരണം അയാൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും, ആ ഫ്രണ്ട്ഷിപ്പിൽ വിള്ളലുണ്ടാക്കും, അവരുടെ ആ നല്ല ബന്ധം തകരാൻ ചിലപ്പോൾ കാരണമാകും. അയാൾ ആ ശുദ്ധമായ ഹൃദയത്തിൽ ചിലപ്പോൾ എന്തോ ഒരു സംശയം വരാം. അതുകൊണ്ട് മൂന്നാള് കൂടി അവിടെ രണ്ടാള് സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടരുത്. ദീനിന്റെ ഒരു നിലപാട്, കൺസെപ്റ്റ് എത്ര മനോഹരാണ്. ഞങ്ങളെ ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഒന്ന് ആലോചിച്ചോക്ക്. എത്ര നല്ല പാഠമാണിത്. ഇതിനേക്കാളും നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ്സിന് ആർക്കാ എടുക്കേണ്ടിയേ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈ അബൂ ഉമർ ഖത്താബ് തങ്ങള് അവിടെയുള്ള സംസാരം കേട്ടല്ലോ. അതാ ഞാൻ പറഞ്ഞേ. ഉമർ ഖത്താബ് തങ്ങൾ ചോദിച്ചത് സ്വകാര്യ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ പോയതല്ല. അവരുടെ ജീവിതം പച്ചപ്പിടിപ്പിക്കാനും അവരുടെ ദുനിയാവും ആഖിറവും നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഉമർ ഖത്താബ് തങ്ങൾ ആ ഒരു വഴി തിരഞ്ഞെടുത്തത്. അല്ലാണ്ട് അവരുടെ ജീവിതം കുളം തോണ്ടാനല്ല നമ്മളെപ്പോലെ പോയത്. ഞമ്മ എങ്ങനെങ്കിലും ഒന്ന് വാരി വലിച്ചതിന്റെ സ്വഭാവം കാണിച്ചിട്ട് ആ ദമ്പതിമാർക്കിടയിൽ എങ്ങനെ ഒരു പൊട്ടലുണ്ടാക്കാം, അവരൊന്നും നശിപ്പിച്ചേ അടങ്ങും. അതിനു വേണ്ടിയിട്ടാണ് ഈ പറക്കമ്പായാലും ഈ പാച്ചലും ഈ മിസ്കോളടികൾ. ഉമർ ഖത്താബ് തങ്ങൾ ആ നീയത്തിൽ പോയതല്ല. ഏതുവാകട്ടെ, അവിടെ ചെന്ന നേരം അവിടെ ഏതാ സംസാരിക്കുന്നത്, ആ ചെറ്റക്കുടിയിൽ സംസാരിക്കുന്നത് ഒരു ഉമ്മയും മകളുമാണ്. കല്യാണം കഴിക്കാത്ത നല്ലവളായ ഒരു പെണ്ണ്, അതുപോലെ തന്നെ ഒരു ഉമ്മയും മോളാ സംസാരിക്കുന്നത്. എന്തറിയോ കഥ? അവരുടെ സംസാരം എന്തറിയോ? അവർക്കഥാ ഒട്ടകത്തിന്റെയും ആടിന്റെയും പാല് കറന്നിട്ട് അവരുടെ ഒട്ടകവും ആടും അതിന്റെ പാല് കറന്നിട്ട് അതെങ്ങനെ കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടാണ് അവരുടെ ഉപജീവന മാർഗം. അവരുടെ നാള് കഴിയുന്നത് എങ്ങനെയാണ്? ആ ചറ്റക്കുടിലിന്റെ അടുപ്പത്ത് തീ പുകയുന്നത് എങ്ങനെയാണ്? ഒരു ദിവസം അതാ ഉമ്മ സ്വകാര്യ സംഭാഷണത്തില് ആ മകളോട് നട്ടപ്പാതിര നേരത്ത് പറയുകയാ, പൊന്നുമോള്, നാളെ കൊടുക്കേണ്ട ഞങ്ങൾ ആ പാല് കൂട്ടി വെച്ച പാത്രമില്ലേ, അതിലേക്കൊരു 2 ഗ്ലാസ് വെള്ളം കൂട്ടിക്കോ. ഇന്നലത്തെ അത്ര പാല് കിട്ടിയിട്ടില്ല, എന്നാലും നാളെ ആവശ്യക്കാർക്ക്, വീട്ടുകാർക്ക്, കടക്കാർക്ക് കൊടുക്കുന്നത് കുറക്കണ്ട. കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ശരിയായിക്കോ. എങ്ങനുണ്ട്? അതായത് നമ്മളെടുക്കുന്ന പണി ആരും ഉണ്ടല്ലേ? നിങ്ങളെന്തോ ആലോചിച്ചു, ഒന്നും ആലോചിക്കണ്ട. ചില ആൾക്കാർ ആ പണിയലുണ്ട്. ആ ഉമ്മ പറഞ്ഞു മകളോട്. ആ സമയത്ത് മകൾ പറയുകയാ, വേണ്ട ഉമ്മ, പാടില്ല ഉമ്മ, ശരിയല്ല. ഞങ്ങളോ മോളോടെങ്ങാനും ഈ കഥ പറഞ്ഞിനെങ്കിൽ, മോളെ വെള്ളം കൂട്ടിക്കോ 2 ഗ്ലാസ് നിറഞ്ഞിനെങ്കിൽ ഞങ്ങളെ മോള് 4 കൂട്ടും. കാരണം എന്താ? ഉമ്മാക്കൊത്ത മോളാണത്. അതിനെ പറയണ്ടല്ലോ. എല്ലാരെ പറ്റിയല്ല, അങ്ങനെ ഉണ്ട് ഇല്ലെന്നല്ല. ഏതായാലും ആ മകൾ അങ്ങനെയല്ല. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ വേണ്ട, കൂട്ടരുത്, വെള്ളത്തില് പാലിൽ വെള്ളം ചേർക്കരുത്, ശരിയല്ല, അത് അല്ലാഹുവിന്റെ അടുക്ക കള്ളത്തരമാണ്. ഉമ്മ പറഞ്ഞു, ആരും കാണുന്നില്ലാലോ, ഉമർ കാണുന്നില്ലാലോ, അമീർ കാണുന്നില്ലാലോ, ഉമർ ഇബ്നുൽ ഖത്താബ് കാണുന്നില്ലാലോ. എന്ന് പറഞ്ഞപ്പോ ആ മകള് പറഞ്ഞ മറുപടി, ഉമ്മ
ഇസ്ലാമിന്റെ അമീർ ഉമർ ഇബ്നുൽ ഖത്താബ് കാണുന്നില്ലെങ്കിലും എല്ലാം കാണുന്ന അല്ലാഹു കാണുന്നുണ്ട് ഉമ്മ എന്ന് പറഞ്ഞപ്പോ ഉമ്മ തൽക്കാലം മിണ്ടാണ്ടിരുന്നു. ഉമർ ഖത്താബ് തങ്ങൾ ഇത് കേട്ടിട്ട് നേരെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അവിടെ ഇടപെട്ടില്ല, നേരെ വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മകൻ ആസിം റളിയല്ലാഹു അൻഹുവിനെ ബാല്യക്കാരനായ അവിവാഹിതനായ ചുറുചുറുക്കുള്ളവനായ ഉപ്പാക്കൊത്ത നല്ലവനായ മോനായ ആസിമിനെ വിളിച്ചിട്ട് പറയുകയാ, മോനെ നിനക്ക് ഞാൻ നല്ലൊരു പെണ്ണ് കണ്ടുവച്ചിട്ടുണ്ട്, അവളെ കെട്ടണം കേട്ടോ. എല്ലാം കൊണ്ടും ഒത്തവളാണ്, മതബോധമുള്ളവളാണ്, സൂക്ഷ്മതയുള്ളവളാണ്. ബാപ്പ പറഞ്ഞു, മകൻ കെട്ടി, ആസിമ് കെട്ടി. ആരാണ് ആ പെണ്ണ്? ഈ പെണ്ണ്. എവണ്ണ് ചെറ്റക്കുടിയിൽ സംസാരിച്ചപ്പോ ഉമ്മയോട് നല്ല മറുപടി പറഞ്ഞു. അള്ളാന്റെ സൂക്ഷ്മത കാത്തുകൂടിച്ച പെണ്ണില്ലേ ആ പെണ്ണ്, അതാണ് ആ പെണ്ണ്. എന്നാ കേട്ടോ ഉമ്മ, ഈ പെണ്ണിന്റെ മകനായി ജനിച്ചയാളാണ് ഇസ്ലാമിന്റെ 5ാമത്തെ അമീർ ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അതായത് ഉമർ 2ാമൻ എന്ന അപരാബിനാമത്തിൽ അറിയപ്പെട്ടയാൾ. മനസ്സിലായി നിനക്ക്? തിരിഞ്ഞില്ലേ? അല്ലാഹു ഖൈർ നൽകട്ടെ, അല്ലാഹു ഞങ്ങളെ ഇൽമിനെ ആഫിയാക്കട്ടെ. ആ പെണ്ണ് അവിടെ നോക്ക്, അതാണ് സൂക്ഷ്മത, അതാണ് തഖ്വ. സ്വകാര്യ ജീവിതത്തില ആദ്യം വേണ്ടത്. സത്യം പറഞ്ഞാൽ ഇന്നൊരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബടക്കാൻ തപ്പളാ അവന്റെ സ്വകാര്യ ജീവിതത്തിലാണ്, ഒറ്റപ്പെടുന്ന ജീവിതത്തിലാണ്, ഒറ്റക്കുള്ള ജീവിതത്തിലാണ്. ഇപ്പൊ എല്ലാം കൊണ്ടും അതിനുള്ള അവസരങ്ങളും ഉണ്ടല്ലോ, ബെടക്കാവാനുള്ള എല്ലാ അവസരവും ഉണ്ട്. പഴയതുപോലെയുള്ള അള്ളാന്റെ പേടിയോ ഒന്നുമില്ല. സാഹചര്യവും സൗകര്യവും ഇന്ന് യഥേഷ്ടമാണ്, എമ്പാടുമാണ്. പഴയ കാലത്തൊക്കെ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ പഴയ കാലത്തൊക്കെ ഒരു ഫിലിം നോക്കണമെന്ന് ഒരാൾ ആഗ്രഹിച്ചു പോയെങ്കിൽ, ഫിലിമൊക്കെ ഞങ്ങളെ കൺസെപ്റ്റിൽ, നമ്മളെ കാഴ്ചപ്പാടിൽ, ദീന്റെ നിലപാടിൽ ഹറാമാണല്ലോ, പാടില്ലല്ലോ. കാരണം അതിൽ അന്യ സ്ത്രീ പുരുഷ ദർശനമുണ്ട്, അതിൽ കുറെ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ അതിൽ ഒരു മെസ്സേജും ഒരു മനുഷ്യനും കിട്ടാനില്ല. മാത്രമല്ല, നല്ല ഭാര്യ ഭർത്താക്കന്മാരെ ആയിട്ട് സ്ക്രീനിൽ അഭിനയിച്ച ജയറാമും അതുപോലെ തന്നെ മഞ്ജുവും അവരുടെ റിയൽ ലൈഫില് ഏതോ ലോകത്താണ്. ദിലീപും നമ്മുടെ നാട്ടുകാരിയായ കാവ്യയും ഏതോ ലോകത്താണ്. അല്ല, സ്ക്രീനിൽ ഏതോ ലോക. എന്ത് മഞ്ചുള്ള മാപ്പിള, എന്ത് ഭർത്താവ്, എന്ത് സ്നേഹം തുളുമ്പുന്ന ഭാര്യ. റിയൽ ലൈഫിലോ ഗോവിന്ദ. അപ്പൊ അതിൽ ഒരു മെസ്സേജും കിട്ടാനില്ല. പക്കാ ഹറാമാണത്, അതിൽ യാതൊരു തർക്കമില്ല. എന്നാലും ഈ ഹറാമിയത്തെ പഴയ കാലത്ത് പലരും ചെയ്തിരുന്നു, ഇല്ലേ? എന്നാൽ ആ ചെയ്യുമ്പോ വളരെ പേടിച്ചിട്ട്, ആരും കാണാതെ. കാസർഗോഡ് പോയാൽ ചിലപ്പോ ഫിലിം കാണാം, എന്നാലും അവിടെ പോവാതെ നേരെ കോഴിക്കോട്ടേക്ക് പോയിട്ട്. കാരണം എന്താ? നാട്ടുകാരെ കണ്ടോണ്ട, കുടുംബക്കാരെ കണ്ടോണ്ട, നാട്ടിൽ വാർത്ത വഴി അറിഞ്ഞോണ്ട. അള്ളാന്റെ പേടി മാത്രമല്ല, മനുഷ്യന്മാരെ പേടിയും. സംഗതി ഹറാമാണെന്ന് ഓന് പറയും. അതുകൊണ്ടാണല്ലോ അത്ര പേടി. അതുകൊണ്ടാണല്ലോ കാസർഗോഡ് നർത്തകിക്ക് പോതെ നേരെ അങ്ങോട്ട് കയറിയത്, വടകരക്ക്. ശരിക്കണം എന്താ ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടേ, ഹറാം തന്നെയാണ് എന്ന ബോധം അയാൾക്കുണ്ട്. എന്നിട്ടും അത് അയാൾ ചെയ്യുമ്പോ വളരെ പേടിച്ചു. അള്ളാനെ പേടിച്ചു, അതോടൊപ്പം മനുഷ്യന്മാരെയും പേടിച്ചു, മനുഷ്യന്മാരെ ഏറെ പേടിച്ചു. എന്നാ ഇന്ന് പിന്നെ സിനിമ അവിടെ നിന്ന് പോയിട്ട് ഹാളിലുള്ള സ്ക്രീന് പോയിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് എത്തി. വീട്ടിലത് മിഡിൽ ഉണ്ടായിരുന്നു TV ആയിട്ട്. TV ഹറാമല്ല, അത് മിസ്യൂസ് ചെയ്യുമ്പോഴേ ഹറാമാകുന്നുള്ളൂ. അത് മിസ്യൂസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. എന്നാലും TV പരസ്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. എന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത്, എന്താണ് നോക്കുന്നത് എന്ന് ആ നോക്കുന്നവരെ കുറിച്ച് അതിലൂടെ പോകുന്ന ഉപ്പാക്കും ബാപ്പാക്കും വേണ്ടപ്പെട്ടവർക്കെല്ലാം അറിയാം, അല്ലേ? കാരണം അത്ര പബ്ലിക് ആയിട്ടായിരുന്നു. പിന്നീട് എന്തായത്? സ്വകാര്യ റൂമിലേക്ക് മാറി. അതാണ് കമ്പ്യൂട്ടർ, ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ. അതായത് ഞാനും എന്റെ അടുത്തുള്ളവനും അല്ലാതെ അതിന്റെ സൈഡിലൂടെ നടക്കുന്നവർ പോലും അറിയില്ല എന്താ ഞാൻ ഈ നോക്കുന്ന കാണുന്നത്. പിന്നെ അവിടേക്ക് മാറി. പിന്നെ അത് അവിടെ നിന്നും പോയി ഇവിടേക്ക് എത്തി.
പോക്കറ്റിലേക്ക് എത്തി. ഇപ്പൊ പിന്നെ എന്തോ ഹറാമും ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് മിനിമൈസ് ആക്കിട്ട് വെക്ക, ഒറ്റക്കട എന്തു ചെയ്യാ അല്ലേ? എന്നാൽ ഈ സ്വകാര്യ ജീവിതത്തില് ഒറ്റപ്പെടുന്ന ഏകാന്തതയില് അല്ലാഹനെ പേടിച്ചോ, അല്ലാഹനെ സൂക്ഷിച്ചോ. അങ്ങനെ ജീവിച്ചവരാണ് മഹാത്മാക്കൾ. വെറുതെ അവർ മഹാത്മാക്കളായത് മുഞ്ചേറിയ വസ്ത്രം ഉടയാടകൾ ധരിച്ചത് കൊണ്ടല്ല മഹാത്മാക്കളായത്. ദുനിയാവിന് നല്ല ആഡംബരത്തോടെ സുഖിച്ചത് കൊണ്ടല്ല മഹാത്മാക്കളായത്. അതേ സമയത്ത് എല്ലാം ഉപേക്ഷിച്ചു പോയവരുമല്ല. അവരും ലോകത്ത് കച്ചവടം ചെയ്തവരാണ്. അവരും ലോകത്ത് കുടുംബജീവിതം നയിച്ചവരാണ്. അവരും ലോകത്ത് മാപ്പിള ഭർത്താക്കന്മാർ എന്ന കുടുംബജീവിതം നയിച്ചവരാണ്. മക്കൾ ഉണ്ടായവരാണ്. എല്ലാ നിലക്കുള്ള ഇടപെടലും നടത്തിയവരാണ്. എന്നാലും അവർ അല്ലാഹനെ ഭയക്കാതെ പോയില്ല, പേടിക്കാതെ ജീവിച്ചില്ല. സദാ നേരവും അല്ലാഹുവിന്റെ ബോധത്തിലായിരുന്നു. സത്യം പറയട്ടെ, ആ മഹദിയെ പറ്റി നമുക്ക് കൂടുതൽ അറിയില്ലല്ല. നമ്മുടെ കാലക്കാരിയല്ല, നമ്മുടെ നാട്ടുകാരിയെ ചിലപ്പോ ആയിക്കൊള്ളണമെന്നില്ല അല്ല. എന്നാലും ജനമനസ്സുകളില് ജാതി മത വർഗവർണ്ണ ദേശഭാഷ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ ഹൃദയങ്ങളിലും അവർ ഇന്നും അതാ വലിയ സ്ഥാനത്താണ്. കാരണം അവർ അല്ലാഹനെ മറക്കാതെ കണ്ട് ജീവിച്ചപ്പോ ലോകം അവരെ മറന്നില്ല. അവരാണ് മഹദികൾ. ഉമ്മ പിരിശപ്പെട്ട പെങ്ങള്, എന്റെ വഅദ് കേൾക്കുന്ന മുസ്ലിം നിങ്ങളോട് പറയട്ടെ, അവർ കിടക്കുന്ന അതേ സ്വർഗത്തിൽ തന്നെയാ ഞങ്ങളും കിടക്കേണ്ടത്. അവർ രക്ഷപ്പെടാൻ ആഗ്രഹിച്ച പരലോകം തന്നെയാ ഞങ്ങളും രക്ഷപ്പെടേണ്ടത്. അവരെ കാണാൻ കൊതിച്ച അല്ലാഹുവിനെയാ ഞാനും നിങ്ങളും കാണേണ്ടത്. അവർ ആഗ്രഹിച്ച് ആഠിച്ചു പോയ മുത്തുനബി തങ്ങളെ ശഫാഅത്തും അവിടുത്തെ തിരുദർശനവും തന്നെയാണ് എനിക്കും നിങ്ങൾക്കും കിട്ടേണ്ടത്, മറ്റൊന്നല്ല. അതുകൊണ്ട് പറയട്ടെ, അവരുടെ വഴിയേ നീങ്ങണേ. ജീവിതത്തിൽ നല്ല സൂക്ഷ്മത പാലിക്കണം. കച്ചവടത്തിലായാലും ഏതൊന്നിലായാലും. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ, പിന്നീട് നീണ്ട 26 കൊല്ലത്തോളം സമസ്തയുടെ പ്രസിഡന്റായി സേവനം ചെയ്ത വലിയ മഹാൻ. 90 വർഷത്തിലേറെ ജീവിച്ചോ ഒരഭിപ്രായം, പ്രബല അഭിപ്രായം. 100 വർഷത്തിലേറെ ജീവിച്ചു മറ്റൊരു അഭിപ്രായം. ഏതുവാകട്ടെ, അത്ര കണ്ട് ബാഹുല്യമായ നീണ്ട ജീവിതം നയിക്കുന്നതിന്റെ ഇടയിൽ ഒരു ഹറാമ് പോയിട്ട് ഒരു കറാഹത്ത് പോലും ആ മഹാമനുഷ്യന്റെ ജീവിതത്തിൽ വന്നില്ല. കറാഹത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായ? തല തുറന്ന് നിസ്കരിക്കൽ കറാഹത്താണ്. തല തുറന്ന് നിസ്കരിക്കൽ കറാഹത്താണ്. നീ എന്താടാ മമ്മാലിയെ നിസ്കരിക്കുമ്പോ തല കോപ്പിയാക്കാഞ്ഞേ? സുന്നത്തല്ലേ ഒഴിവാക്കണമെന്നാ? ചെയ്യണോ? സുന്നത്തല്ലേ ചെയ്യണോ? ഒഴിവാക്കണമെന്നല്ല. മുമ്പിലേക്ക് തുപ്പല് കറാഹത്താണ്, വലതു ഭാഗത്തേക്ക് തുപ്പല് കറാഹത്താണ്. ഇനി മുമ്പിലും വലതുഭാഗത്തും ഇങ്ങനെയുള്ളൊരു പൊസിഷൻ ആണെങ്കിൽ, ഇതുപോലെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ അവിടെ പിന്നെ ആകാം. ഇടതുഭാഗത്തേക്ക് തന്നെ തുപ്പണമെന്ന നിയമം. ഇടതുഭാഗത്ത് വലിയവരുണ്ട്, മഹാന്മാരുണ്ട്. വലതുഭാഗത്താണെങ്കിൽ കുറച്ച് ഫ്രീ ആണെങ്കിൽ പിന്നെ അതാകാം. അതൊരു എക്സ്ക്യൂസ്, അതൊരു ഉദറ, അതൊരു കാരണമാണ്. അല്ലാതെ മുമ്പിലേക്കോ വലതുഭാഗത്തേക്കോ തുപ്പാന്ന് പറഞ്ഞാല് പാടില്ല പറഞ്ഞാല് തുപ്പിക്കൊണ്ടേ ഇരിക്കണമെന്നല്ല. തുപ്പേണ്ടി വന്നാ തുപ്പണ്ട അത്ര. അല്ലാതെ നീ ബേൺ ചെറ്റിന്റെ അടുത്ത ഭാഗത്തേക്ക് തുപ്പണമെന്നുമില്ല. ഏതോ ഒരു ആശുപത്രിയുടെ സൈഡിൽ ഒരു ആശുപത്രിയിലെ 2ാമത്തെ കോണി കയറിയിട്ട് ഇങ്ങനെ പോകുമ്പോ, 2nd ഫ്ലോറിലേക്ക് പോകുമ്പോ രോഗിയെ കാണാൻ പോകുന്നൊരു ചങ്ങായി ഓനോടെ കണ്ടോലോ, ഇവിടെ തുപ്പരുത്, അവിടെ ബോർഡ് ഉണ്ട്. നിങ്ങൾ കണ്ടിന് അങ്ങനത്തെ ഒരു ബോർഡ്? കണ്ട്. കാരണം അത് ചില മനുഷ്യന്മാർക്ക് തുപ്പുന്നതിന് പരിസരമൊന്നുമില്ല, പരിസര ബോധവും ഇല്ല. അപ്പൊ അങ്ങനെ അവിടെ തുപ്പരുതേറ്റ് ബോർഡ് വെച്ചിട്ട് ഈ പോയ കോന്തരില്ലേ അത് ബോർഡ് വായിച്ചിട്ടാ ഇവിടെ തുപ്പരുതില്ലേ. അപ്പം ഒരു തുപ്പാണ്. ഇവിടെ തുപ്പി അവിടെ തുപ്പണ്ട അറിഞ്ഞു. തുപ്പേണ്ടി വന്നാ അവിടെ തുപ്പരുത്, എവിടെങ്കിലും തുപ്പിക്കോളുന്നാണ്. അല്ലാണ്ട് അവിടെ തുപ്പണ്ട ഇവിടെ തുപ്പെന്നല്ല അതിന്റെ അർത്ഥം. തുപ്പേണ്ടി വന്നാ അങ്ങനെ വലതു ഭാഗത്തേക്കും മുമ്പാകത്തേക്കും തുപ്പരുത്, കറാഹത്താണ്. നമ്മളാ നമ്മ മുമ്പിലേക്ക് തുപ്പിയത്, വലതു ഭാഗത്തേക്ക് തുപ്പിയത്. അത് അളിയനും എളാപ്പയാണ് മുമ്പില് വലതു ഭാഗത്തെങ്കില് അവര് നെഞ്ചത്തേക്കേ തുപ്പിയത്.
നമ്മളെ ജീവിതത്തിൽ എന്ത് സൂക്ഷ്മത. നീണ്ട വർഷം ജീവിച്ച് 1926 ജൂൺ മാസം 26-ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനം മഹാനായ ഖുത്ബുസ്സമാൻ വരക്കൽ ബഅലവി സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി തങ്ങൾ രൂപീകരിക്കുമ്പോൾ അന്ന് മഹാൻ തെരഞ്ഞെടുത്ത 40 അംഗ ഔലിയാക്കളിൽ 26ാമത്തെ മെമ്പറായി ചേർത്തത് 26 വയസ്സുണ്ടായിരുന്ന കണ്ണിയത്ത് ഉസ്താദിനെ. സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ആ മഹാന്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല. അതുകൊണ്ട് ആ മഹാൻ ദുആരുന്ന അപ്പ ഉത്തരം. ഞമ്മ ദുആരുന്നു ഉമ്മന്റെ മുലപ്പാലടക്കം പുറത്തൊന്നു പോയി, ഉത്തരവില്ല. എന്താ കഥ? ഹറാമേ ഉള്ളൂ, ഇപ്പോഴേ കുറച്ച് ദുആ വന്നിട്ടുള്ളൂ. ഈ ദുആരക്കാൻ വരുന്നത് വരെ പച്ച കളവ് പറഞ്ഞിട്ടാവും പള്ളി കയറിയത്, അല്ലെങ്കിൽ ആരാൻ്റെത് എണ്ണിറ്റാ ഈ കോന്തം കയറിയത്. എന്നിട്ട് ഇവിടെ ദ്വാരക്കത്ത് പഠിച്ചോനെ കാക്കല്ലാ പൊറുക്കല്ലാ കാക്കല്ലാ. എന്താ ഇപ്പൊ ഈ നാവിലല്ലേ? കീശലാണെങ്കിൽ വേറെന്തെല്ലാം ഉണ്ടാവും. ഇവിടെ വെക്കുന്നത് ഇവിടെ വെക്കുന്നതെല്ലാം ഉണ്ടാവും. മൂക്കിൽ കയറ്റുന്നതും മേലെ കയറ്റുന്നതെല്ലാം ഉണ്ടാവും. ചിലപ്പോൾ കീശൽ വെക്കണത് നിങ്ങൾക്ക് പേര് മനസ്സിലായെന്തോ? ആ മനസ്സിലാവും, പിന്നെ മനസ്സിലാവേണ്ടി. ഞങ്ങൾക്ക് പേരറിയില്ലേ? ഉസ്താമാർക്ക് ഏതായാലും അറിയില്ലെങ്കിൽ അവർക്ക് ബുഖാരി മുസ്ലിം അറിയുന്ന അല്ലാണ്ട് ഇതിന്റെ വേറെ അറിയില്ല. ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ദ്വാരക്കുന്നെങ്കിൽ പിന്നെ എങ്ങനെ ഉത്തരം കിട്ടാനാ? മഹാന്മാരുടെ ഹലറത്തിൽ പോയിട്ട് വരുന്നാൽ ഉത്തരം കിട്ടും. മഹാന്മാരുടെ ഹലറത്തിൽ ബർക്കത്തുണ്ട്, റഹ്മത്തുണ്ട്. അത് റഹ്മത്തിന്റെ സാന്നിധ്യമാണ്. അതാണല്ലോ അള്ളാഹുവിന്റെ പരമസന്നിധിയിലേക്ക് ഹബീബായ നബി തങ്ങളെ അള്ളാഹു കൊണ്ടുപോകുന്നതിന് മുമ്പ് ഹബീബായ നബി തങ്ങളെ ആദ്യമായിട്ട് അള്ളാഹു കൊണ്ടുപോയത് എവിടേക്കറിയാ? സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. പരിശുദ്ധമായ മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഇന്നത്തെ ഫലസ്തീനിന്റെ ഭാഗമായിട്ടുള്ള ഇസ്രായേലിന്റെ ഭാഗമായിരുന്ന മുസൽമാന്റെ ഒന്നാമത്തെ ഖിബിലയായിരുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ലാഹു തആല നബിയെ കൊണ്ടുപോണത് എങ്ങോട്ടാ? എടക്കാ വിളിച്ചേ? എടക്ക് അള്ളാന്റെ പരമസന്നിധിയിലേക്ക്. ഭൂമി ലോകം കടന്ന് വാനലോകം കടന്ന് സപ്തവാനങ്ങളും കടന്ന് അതിന്റെ അപ്പുറമുള്ള എല്ലാ ലോകവും കടന്നിട്ട് രാജാതിരാജനായ അല്ലാഹു തന്റെ പ്രിയപ്പെട്ട ഹബീബിനെ തന്റെ ചാരത്തേക്ക് ഒരു നിമിഷം വിളിക്കുന്നു. ഖാബ ഖൗസൈനി അവദിനാ. നബി തങ്ങളെ ചേർത്ത് നിർത്തുകയാണ് അല്ലാഹു. ആ വിളിച്ച സമയത്ത് ആദ്യമായിട്ട് അല്ലാഹു കൊണ്ടുപോയത് അടുക്കറിയാം. എന്റെ അടുത്തേക്ക് വരുന്നതിന് മിന്നെ നീ ഒന്ന് ആടെ പോയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഏടക്കറിയാ കൊണ്ടുപോയേ? എടക്ക് സറൈതാ മിൻ ഹറമിൻ ലൈലൻ നീലാ ഹറമി കമാ സറൽ ബദ്റു ഫീ തജ്മീനൽ ലുലമി ജല്ല മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സായിലേക്ക് ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് അല്ലാഹു തആലാന്റെ അടുക്കലേക്ക് 7 ആകാശവും കഴിഞ്ഞ് ബൈത്തുൽ പിന്നെ മഅമൂറും കഴിഞ്ഞ് ലൗഹ് കലം എല്ലാം കഴിഞ്ഞ് അപ്പുറത്തി അള്ളാന്റെ അടുക്കലേക്ക് എത്തി. ആ യത്നന് മിന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒന്ന് പോകാൻ ജിബ്രീലിന്റെ കൂടെ വാഹനം കൊടുത്തയച്ചു അല്ലാഹു, ബുറാഖ് എന്ന വാഹനം. എന്നിട്ട് നബി തങ്ങളെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. അവിടെ കൊണ്ടുപോയിട്ടാണ് പിന്നെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തുന്നത്. സുമ്മ ഉരിജ മിൻഹു, അവിടെ നിന്ന് പിന്നെ ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ടു അല്ലെ. അതിന് ആടുന്ന് കൊണ്ടായിട്ട് അങ്ങനെ പോയത്. ആടുന്നത് ഷോർട്ട് വഴിയുണ്ട്. തിരിച്ചു ചെയ്യെങ്കിൽ മനസ്സിലായിട്ടേ? നിങ്ങൾക്ക് കാര്യമായ എന്തോ ഒരു പ്രശ്നമുണ്ട്. നന്നായിട്ടുണ്ട്. അവിടൊക്കെ എന്തേ കൊണ്ടുപോയി? നേരെ മക്കയിൽ നിന്ന് ഹറമിൽ നിന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മസ്ജിദും പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിന്റെ ചാരത്ത് ഹബീബായ നബി തങ്ങൾ ഉറങ്ങുകയാ ഉമ്മഹാനിയുടെ വീട്ടില്. അവിടെ നിന്ന് ഉയർത്താലോ അല്ലാഹ്ക്ക് നേരെ? എന്റെ അല്ലാഹ്ക്ക് കഴിയില്ല. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് സുമ്മ ഉരിജ മിന്നോ, അവിടെ നിന്ന് ഉയർത്തി. എന്തിനത്? ആടെ ഷോർട്ട് വയ്യണ്ട.
ഇപ്പം നേരത്തെ എനിക്ക് ബഷീർ സാഹിബ് 2 ലൊക്കേഷനിൽ അയച്ചിട്ടുണ്ട്. അതിൽ കുറെ ഷോർട്ട് വൈ എല്ലാം കാണുന്നുണ്ട് ഇടയ്ക്ക് വരാൻ. പക്ഷെ ഷോർട്ട് വൈ ഒന്നും പിടിക്കാതെ ഞാൻ ലോങ് വൈയെ പിടിച്ചു. കാരണം എന്താ അറിയോ, തെറ്റു പോകണ്ട. ഇനി ഷോർട്ട് വൈ ഒരു എവിടെയോ ഒരു മാരാറ് വീട്ടിലേക്ക് കയറിയാലോ പണി വാളും. അപ്പൊ ഞാൻ നേരെ അങ്ങനെ പിടിച്ചു. ഷോർട്ടൊന്നും നോക്കണ്ട, ഫോട്ടോ അങ്ങോട്ട്. അപ്പൊ അവിടെ നിന്ന് ഷോർട്ട് വൈ ഉണ്ട് അള്ളാഹ് ഇല്ല. പിന്നെന്താ അവിടെ കൊണ്ടായത്? പിന്നെന്താ പോയി? അവിടെയാണ് ഖുർആനാണ്. ഏതോ പുസ്തകമല്ല, കിതാബല്ല, ഇത് സാങ്കല്പിക കഥയല്ല, വിശുദ്ധ ഖുർആനാണ്. ബാറക്നാ ഹൗലാ. പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സായുടെ ചുറ്റുഭാഗവും അല്ലാഹ് ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. എങ്ങനറിയോ ബർക്കത്ത് ചെയ്തത്? ഈത്തപ്പനം കൊലപ്പിച്ചിട്ടല്ല, പിന്നെയാ നല്ല നല്ല ഫ്ലാറ്റുകൾ കണ്ടഞ്ചിപ്പിക്കുന്ന മനോഹരങ്ങളായ ബിൽഡിംഗ് കൊണ്ടുവന്നിട്ടുമല്ല, പിന്നെയാ ബിഖുബൂരിൽ അംബിയായി വസ്സാലിഹീൻ, സ്വാലിഹീങ്ങളായ അംബിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, ഔലിയാക്കളുടെ ഒക്കെ മക്ബറകൾ അതിന്റെ ചാരത്താണ്. അവർ അന്തി ഉറങ്ങുന്നത് മസ്ജിദുൽ അഖ്സായുടെ പരിസരത്താണ്. അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്തിട്ട് അവിടെ നിന്നാണ് അല്ലാഹു തആല ഉയർത്തിയത്. വണ്ണയല്ല, ഗൾഫിലെല്ലാം പോകുമ്പോ, ഉംറക്കെല്ലാം പോകുമ്പോ, ഗോവ എറണാകുളം പോകുമ്പോ, കാസർഗോഡ് കച്ചവടത്തിലെല്ലാം പോകുമ്പോ മഹദിയുടെ ചാരത്ത് വന്നിട്ടൊന്ന് സിയാറത്താക്കിയിട്ട് പോ. കാര്യം എളുപ്പം. അത് ശിർക്കും കുർഫൊന്നല്ല. നമ്മേതായാലും മോശക്കാരാണ്. നല്ലതിന്റെ കൂടെ ചേരുമ്പോ നമ്മളും കുറച്ചൊക്കെ നേരാവുമല്ലോ, അല്ലെ? അതങ്ങനെയല്ലേ അല്ലേ? ഡ്രൈനേജിന്റെ വെള്ളം, ടോയ്ലറ്റിന്റെ വെള്ളം, മാലിന്യ വെള്ളം അതങ്ങനെ ഒലിച്ചിട്ട് കടലിലേക്ക് എത്തിയാൽ പിന്നെ അത് മാലിന്യ ജലനമല്ല. ചന്ദ്രഗിരി പുഴയിലേക്ക് എത്തിയാൽ അതിന് പിന്നെ മലിനജലനമല്ല, കക്കൂസിലെ വെള്ളമല്ല. ആ വെള്ളം പോയിട്ട് നല്ല വെള്ളത്തിലേക്ക് ചേരുമ്പോ എല്ലാം നല്ലതാണ്, ക്ലിയറാണ്, ശുദ്ധമാണ്. അതാ പറഞ്ഞ ചേരുംപടി ചേരണോ, ചേരുംപടി ചേരണം. ഇനി ആടുന്ന് നല്ലത് ഇങ്ങോട്ട് വന്നാലോ അവിടെയും പോയി പ്രശ്നം. ചന്ദ്രികയുടെ വെള്ളം അല്ലെങ്കിൽ കടലിന്റെ വെള്ളം ഒരു ഒഴുചാലിലൂടെ ഞങ്ങൾ ടോയ്ലറ്റിന്റെ കുണ്ടിലേക്ക് വന്നാ കഴിഞ്ഞാൽ ആ വെള്ളം പോയി. പിന്നെ കടലിലെ വെള്ളം കുടിക്കാൻ പറ്റാല, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. നജസായി ബടക്കായി അതങ്ങനെ നല്ലതിലേക്ക് ചേരുമ്പോ നന്നോ. അപ്പൊ അവിടെ പോയിട്ട് ഇതുവായിരുന്നിട്ടെല്ലാം പോകുമ്പോ ഏകദേശം അല്ലാഹു നമ്മളെ നേരെ ആക്കും. മഹാന്മാർ അങ്ങനെയാണ്, അവർ അതിനുള്ളവരാണ്. ആ നിലക്കല്ല സെലക്ട് ചെയ്തവരാണ്. ഇസ്തഫ മുസ്തഫീങ്ങളാണ് അവർ. അള്ളാഹു തെരഞ്ഞെടുത്ത മഹാന്മാരാണ്, കളങ്കരഹിതരാണ്. ആ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ ചാരത്ത് കൊണ്ടുപോയി നബി തങ്ങൾ അവിടെ എത്തുന്നു, അവിടെ സിയാറത്ത് ചെയ്യുന്നു, അവരോടൊപ്പം ദുആരക്കുന്നു, അവർക്ക് വേണ്ടി അവരെ കൂടെ നിസ്കരിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് അല്ലാഹുവിന്റെ പരമസന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്നു. ഞാൻ പറഞ്ഞത് മഹാന്മാരുമായി നല്ല ബന്ധം വേണം. ഇവിടെ കിടക്കുന്ന മഹദിയായാലും അറിയില്ല. ഇമാം ബുഖാരിയുടെ മക്ബറയുടെ കഥ, ഇമാം ബുഖാരിയുടെ മക്ബറയുടെ കഥ എത്രയോ ഇമാമിങ്ങൾ എഴുതപ്പെട്ട ചരിത്രമാണ്. മഹാന്മാരായ ഇമാമിങ്ങൾ ഒരുപാട് ആൾക്കാർ. ഇബ്നു ബഷ്കുവാൽ തങ്ങളെ കിതാബിലുണ്ട് താരിഖുൽ അയിമ്മ. ഇബ്നു ഖൽദൂനിന്റെ സിയറു അലാമിൻ നുബലായിലുണ്ട്. ഇമാം ദഹബിയുടെ കിതാബിലുണ്ട്, താരിഖുൽ ഇസ്ലാമിലുണ്ട്, ഹാഫിളു ദഹബിയുടെ. ഇമാം സുബ്കിയുടെ തബഖാത്തു ശാഫിഇയ്യയിലുണ്ട്. ഇമാം ഖസ്തല്ലാനിയുടെ ഇർഷാദു സാരിയിലുണ്ട്. ഇമാം അലിയുൽ ഖാരിയുടെ മിർഖാത്തുൽ മഫാത്തിഹിലുണ്ട്. ഈ പറയാൻ പോകുന്ന ചരിത്രം കട്ടുകഥയല്ല, കെട്ടുകഥയല്ല, സാങ്കല്പിക കഥയല്ല, ഐതിഹ്യ പുരാണമല്ല, ഡിങ്കന്റെ കഥയല്ല. ഞാനിനി പറയാൻ പോകുന്ന ചരിത്രം ഈ പറഞ്ഞ ഇമാമിങ്ങളെ കിതാബിലുണ്ട്, പേജടക്കമുണ്ട്. ഇവിടെ ഞാനത് ലേറ്റാന്നത് കൊണ്ട് വായിക്കുന്നില്ല. അതിൽ പറയുന്നൊരു ചരിത്രമുണ്ട്. ഇമാം ബുഖാരി തങ്ങള്
ലോകം കണ്ട വലിയ ഇമാമാണ്. ഹബീബായ നബി തങ്ങളെ തിരുവചനങ്ങളെ മഹത്വചനങ്ങളെ എല്ലാം അതിൻ്റെതായ ചർവണം നടത്തി പഠന ഗവേഷണ മനനം നടത്തിയിട്ട് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച മഹാമനീഷിയാണ്. അവിടെ നദാ സമർപ്പിച്ചയാള് വിശുദ്ധ ഖുർആന് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് സ്വീകരിക്കേണ്ട ഏറ്റവും വലിയ കണ്ണടച്ച് സ്വീകരിക്കേണ്ട ഒന്നാമത്തെ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ്. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ഖുർആന് കഴിഞ്ഞാ പിന്നെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട കിതാബ ബുഖാരി. ആ ബുഖാരിനെ സംബന്ധിച്ച് ഒരു പുത്തൻവാദി ഇവിടുന്ന് പ്രസംഗിച്ചോ, ബുഖാരിന്റെ 60ഓളം ഹദീസ് ഞാൻ ലൈഫാക്കി. നിങ്ങൾ കേട്ടാ വീഡിയോ മുഞ്ഞാന്ന് ഒരു ചങ്ങായി ലൈഫാക്കിയല്ലോ. ഈച്ചയുടെ ഒരു ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ബുഖാരിന്റെ ഹദീസാണ്. ഈച്ച വീണ് കഴിഞ്ഞാൽ, വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ടൊന്ന് മുക്കിയിട്ട് തന്നെ എടുക്കണം. കാരണം എന്താ, അത് മുക്കി വെച്ചത് ഒരു ചിറകാണ്, അതിൽ വൈറസ് ഉണ്ട്, ബാക്ടീരിയകളുണ്ട്, വിഷാംശമുണ്ട്. മുക്കാതെ പൊങ്ങി നിൽക്കുന്ന ചിറകില് ആന്റിവൈറസ് ഉണ്ട്, ഈ വിഷാംശത്തിന് പരിഹാരവുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുക്കിയെടുത്തേ ചാടണം എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ് ബുഖാരിൻ്റെതാണ്. ഇത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രസംഗിച്ചൊരു മൗലവി, ഒരു പുത്തൻവാദി, അയാൾ പ്രസംഗിച്ചെന്തറിയോ, ഈ ഹദീസ് വിശ്വസിക്കണമെങ്കിൽ ലാബിൽ കൊണ്ടുപോയിട്ട് പരിശോധിക്കണം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ. അതായത് മണികണ്ഠന്റെ ലാബാണ് ഇയാൾക്ക് കൂടുതൽ വിശ്വാസം, റസൂലുള്ളാഹി തങ്ങളെ നാവല്ല. മുസ്ലിമാണത്ര. ഞാൻ ആക്ഷേപിക്കുന്നതല്ല, കുറ്റപ്പെടുത്തുന്നതല്ല. നിങ്ങൾ എന്നെ വയ്യ പാർട്ടി പറഞ്ഞു, സംഘടന പറഞ്ഞിട്ടൊന്നും കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. ഞങ്ങൾ സംഘടനയുടെ ആളല്ല, പാർട്ടി പറയുന്ന ആളല്ല. ഹബീബായ നബി തങ്ങളെ ചെറുതാക്കുമ്പോ, മുത്തുനബി തങ്ങളെ വചനങ്ങളെ കളവാണെന്ന് പറയുമ്പോ, മുത്തുനബി തങ്ങളെക്കാളേറെ ആ പറഞ്ഞത് സ്വീകരിക്കണമെങ്കിൽ ലബോറട്ടറിയിൽ കൊണ്ടുപോയിട്ട് പരിശോധിച്ചിട്ട് സ്വീകരിക്കണം എന്ന് പറയണമെങ്കിൽ ചെറിയ തൊലി കെട്ടിപ്പോരാ. അപ്പൊ അതിന് സമുദായത്തെ ഞങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നു മാത്രം. അല്ലാണ്ട് ഞങ്ങൾക്ക് അവരോട് വിരോധങ്ങളൊന്നുമില്ല. ഇവിടെയുള്ള സംഘമിത്രങ്ങള് പള്ളിയിൽ വെച്ചിട്ട് ബാങ്ക് കൊടുക്കണ്ട എന്ന് പറയുമ്പോ ഞങ്ങൾ ഈ സലപ്പി മിത്രങ്ങള് കുഞ്ഞിന്റെ ചെവിയിലും ബാങ്ക് കൊടുക്കണ്ടെന്നാ ഇപ്പൊ പറഞ്ഞു. എങ്ങനെയുണ്ട്? സംഘമിത്രം പുറത്തും പറഞ്ഞു, സലപ്പി മിത്രം ഉള്ളെന്നും പറഞ്ഞു. ഞാനിത് പാർട്ടി പറയുന്നതല്ല, ഈ കാലങ്ങളായി നടന്നു വരുന്ന, നല്ലവർ ജീവിച്ച കാലത്ത് നടന്നു വരുന്ന നല്ല ആചാരം, പ്രമാണബദ്ധമായ ആചാരം, എല്ലാ ഇമാമിയങ്ങളും കറക്റ്റാണ് എന്ന് വിശദീകരിച്ച ആചാരം, ഇതൊക്കെ പച്ചക്ക് തള്ളണമെങ്കിൽ പിന്നെ എന്ത് ദീന്? ഇനിങ്ങനെ ഓരോന്നോരോന്ന് തള്ളിക്കൊണ്ടുപോയാൽ പിന്നെ ദീനുണ്ട് ഇവിടെ? ബാങ്ക് വേണ്ട, അവസാനം പിന്നെ പറയുന്നു ഇനി ഇത് മുറിക്കും വേണ്ട. ഏത് 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 പറയണ്ട, പച്ചക്ക് പറയാൻ പറ്റിയതല്ല, ലൈവ് ഉണ്ട്, ശ്രദ്ധിക്കണം. അല്ല, എനിക്ക് ക്രമേണ അങ്ങനെയും ഉണ്ടാവൂന്ന്. കുഞ്ഞിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ഉമ്മാക്ക് ഹസൻ എന്ന കുഞ്ഞ് ജനിച്ചപ്പോ അദ്ദന റസൂലുള്ളാഹ്, പൊന്നാര നബി തങ്ങൾ ആ കുഞ്ഞിന്റെ ചെവിയിൽ ബാങ്ക് കൊടുത്തു. ഇമാം അബൂ ദാവൂദ് തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, വസഹഹു, സഹിയായ ഹദീസാണ്. ഇമാം ബൈഹഖിയും ഹക്കീമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, വസഹഹു, ഹക്കീം റളിയല്ലാഹു അൻഹു സഹിയാണെന്ന് പറഞ്ഞതാണ്. വസഹഹുൽ അൽബാനി, ഓരക്കാലം കുറച്ചൊക്കെ തലന്റെ അകത്ത് സാധനമുള്ള മനുഷ്യൻ കുറച്ചുണ്ട്, ഒരാള് അൽബാനി, അയാളും കൂടി സഹിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇയാളുടെ അടുത്ത് പറയാ, ബാങ്ക് കൊടുക്കണ്ട, ബാങ്ക് കൊടുക്കണ്ട, ബാങ്ക് കൊടുക്കണ്ട, മരിച്ചാ ഓതണ്ട, ജനിച്ചാ ബാങ്ക് കൊടുക്കണ്ട. ഏതായാലും ചത്ത കാല് മാതിരി ആയിപ്പോ. ജനിച്ചു കഴിഞ്ഞാ ബാങ്കും വേണ്ട, മരിച്ചു കഴിഞ്ഞാ ഓതയും വേണ്ട. അതായത് ഹനീഫും ഞാനും നാരായണനും സമം, സേം. എങ്ങനുണ്ട്? ഇതാ ദീന്. ഇതിനെ ജനങ്ങളെ ബോധവൽക്കരിക്കണ്ടേ? ഞങ്ങൾ പാർട്ടി പറയുന്നതല്ല, ഞങ്ങൾ വിഭാഗീയത ഉണ്ടാക്കുന്നതല്ല, ഞങ്ങൾ ജനങ്ങളെ ഉൾബുദ്ധരാക്കുകയാണ്. അവരെ ഞങ്ങൾ അകറ്റുകയല്ല, അവഹേളിക്കുകയല്ല, ചേർത്ത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് ബുഖാരിയുടെ, ഇന്നത്തെ മെഡിക്കൽ സയൻസ് പോലും ശരിവെച്ചു ആ ഹദീസ് കറക്റ്റാണ് എന്ന്. മെഡിക്കൽ സയൻസ് ഏതുവരെ ശരിവെച്ചറിയോ? വൈദ്യലോകം ഏതുവരെ ശരിവെച്ചറിയോ? ഹബീബായ നബി തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഈച്ചയുടെ വസ്തുത, ഈ വിഷയം ഇന്ന് 10-12 കൊല്ലങ്ങൾക്കിപ്പുറം മെഡിക്കൽ സയൻസ് ശരിവെച്ചു എന്ന് മാത്രമല്ല, മെഡിക്കൽ ലോകം പറഞ്ഞു, സയൻസ് ലോകം പറഞ്ഞു, ഈച്ചയുടെ ചിറകിൽ 2 അംശങ്ങളുണ്ട്, വിഷാംശവും പരിഹാരവും. എന്നിട്ട് അത് മാത്രമല്ല, ഇന്നത്തെ മെഡിക്കൽ ഷോപ്പില് ഈച്ചയുടെ ചിറകിന്റെ വിഷരഹിതമായ ഭാഗത്തുള്ള ആന്റിവൈറസിന്റെ കോശങ്ങൾ എടുത്തിട്ടുണ്ടാക്കിയ ഗുളിക വരെ വിൽക്കപ്പെടുന്നുണ്ട്. ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക് സഹോദര, നിങ്ങൾക്ക് മൊബൈലില്ലേ? ഒന്ന് യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് പൊടിവചനമല്ല, തിരുവചനമാണ്, അത് ദിവ്യവചനമാണ്. അത്
ഒന്ന് ലോകം ശരിവെച്ചോ. എന്നിട്ട് ഇവിടെ നിന്ന് ആ കിളവൻ മൗലവി പറയാ ഇത് സഹിയാണെന്ന് അംഗീകരിക്കണമെങ്കിൽ ലാബിൽ കൊണ്ടില്ല ടെസ്റ്റ് ആക്കണോ. അതായത് മണികണ്ഠന്റെ ലാബ് അവിടെ അരമന ബജാറിന്റെ താഴെയുള്ള എങ്ങനെയുണ്ട്? അപ്പൊ ആര് ബന്ധിപ്പോ മണികണ്ഠന്റെ ലാബോ അല്ല റസൂലുള്ളാഹി? ഒന്ന് ആലോചിച്ചോക്ക്, ഒരു ഇത്തിരി ആലോചിച്ചോക്ക്. ഞങ്ങൾ ആരും അവഗണിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല. ഇത് ശരിയല്ല, ഈ നിലപാട് ശരിയല്ല. അങ്ങനെയല്ല മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്. ഹബീബായ നബി തങ്ങൾ എന്തെല്ലാം കൊണ്ടുവന്നുവോ, എന്തെല്ലാം പറഞ്ഞുവോ, എന്തെല്ലാം ആചരിച്ചുവോ അത് ഉൾക്കൊള്ളണേ, അത് സ്വീകരിക്കണേ, അത് മുറുകെ പിടിക്കണേ. ഇരിക്കട്ടെ, ഈ പറഞ്ഞ ഹദീസുകളെല്ലാം ക്രോഡീകരിച്ച ലോകത്തിന്റെ ഇമാമാണ് ഇമാം ബുഖാരി. ഇമാം ബുഖാരി ആര്? ഇമാം ബുഖാരി. സമർക്കന്ദിയില് ഇമാം ബുഖാരിയുടെ നാട്ടില് ഹിജ്റ 464 ഇപ്പൊ 1460 എബോവാണ്, സംതിങ് ആണ് അല്ലെ, 1000 ആണ്ടുകൾക്ക് മുമ്പ് നടത്തും. ഇത് എത്ര ഇമാമികൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ നേരത്തെ വായിച്ചു. ഇനിയിപ്പോ വിശദമായി പറയാനുള്ള സമയമില്ല. ഹിജ്റ 460, ഞാൻ ഇത് പറഞ്ഞതിനറിയാം, മഹാന്മാരുടെ മക്ബറ സിയാറത്തിന്റെ ഗുണം പറയാം. അവരുടെ അടുക്കൽ സംഭാവന ചെയ്തെങ്കിൽ, അവരുടെ പേരിൽ നേർച്ച കൊടുത്തെങ്കിൽ, അവരുടെ പേരിൽ വല്ലതും ഞങ്ങൾ കരുതിയിട്ട് ദ്വാരങ്ങൾ, അതിന്റെ ഗുണം. മഹാന്മാർ എത്ര ഇമാമിങ്ങളെ എഴുതിയത്. അസ്വിലത്തു ഫീ താരീഖിൽ ഇമ്മാ അൽ-ഉൻദുലുസി ഇമാം ഇബ്നു ബഷ്കുവാൽ, അൽ-മുഅല്ലിം ബിശുയൂഖിൽ ബുഖാരി വ മുസ്ലിം ഇമാം ഇബ്നു ഖൽദൂൻ, സിയറു അലാമിൻ നുബലാ ഇമാം ഹാഫിദുൽ ദഹബി, താരിഖുൽ ഇസ്ലാം ഇമാം ഹാഫിദുൽ ദഹബി, തബഖാത്തുൽ ശാഫിഇയ്യത്തുൽ കുബ്റ ഇമാം സുബ്കി, ഇർഷാദുസ് സാരി, അത് കിതാബിന്റെ പേരാണ്. ഇർഷാദുസ് സാരി, സഹീഹുൽ ബുഖാരി, ശറഹ് സഹീഹുൽ ബുഖാരി ഇമാം ഖസ്തല്ലാനി, മിർഖാത്തുൽ മഫാത്തിഹ് മുല്ല അലിയുൽ ഖാരി. ഇവരെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ പൗരാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ആധികാരികമായി കൃത്യമായി സനദോടെ എഴുതി വെച്ച ചരിത്രമാണ്. അവർ പറയുകയാ ഹിജ്റ 464 സമർക്കന്ദിലതാ വലിയൊരു ക്ഷാമമുണ്ടായി. മഴയില്ല, വെള്ളമില്ല, വല്ലാത്ത വരൾച്ചയാണ്. ആ സമയത്ത് അവിടെയുള്ള സ്വാലിഹായ ഒരു മനുഷ്യന് സമർക്കന്ദിന്റെ ഖാലിയോട് വന്നിട്ട് പറഞ്ഞെന്തറിയാ, ഖാലിയാരെ നിങ്ങളും നാട്ടുകാരും നേരെ പോകണോ ഇമാം ബുഖാരിയുടെ മഖ്ബറയുടെ ചാരത്ത്, ആ മഖാമിന്റെ ചാരത്ത്. അവിടെ ചെന്നിട്ടൊന്ന് ദ്വാരന്നോളൂ. നിങ്ങൾ ഇവിടെ പുറത്ത് ദ്വാരക്കുന്ന കുറയായല്ല, മഴനെ തേടി ദ്വാരന്നിട്ട് കുറയായല്ല. എന്നാൽ സ്വാലിഹീങ്ങളെ ചാരത്ത് നിന്നിട്ടൊന്ന് ഈ പണി ചെയ്യോളോ. അവിടെ ചെന്നിട്ടൊന്ന് നിസ്കരിച്ചു ദ്വാരന്നോ, അവിടെ ചെന്നിട്ടൊന്ന് ദ്വാരന്നോ. ആ ഇമാം ബുഖാരി തങ്ങളെ മഖ്ബറയുടെ ചാരത്ത് പോയിട്ട് ഒന്ന് ദ്വാരന്നോ എന്നവിടെ നദാ ഒരു സ്വാലിഹായ നല്ലവനായ ഒരു മനുഷ്യന് സമർക്കന്ദിലെ ഖാലിയോടും നാട്ടുകാരോടും പറഞ്ഞപ്പോ സമർക്കന്ദിലെ ഖാലിയാർ നാട്ടുകാരെ മുഴുവനും കൂട്ടിയിട്ട് ഇമാം ബുഖാരി തങ്ങളുടെ ചാരത്തെത്തുകയാണ്. അവിടെ ചെന്നിട്ട് ദുആരന്നപ്പോ സുബ്ഹാനല്ലാഹ് നല്ല മഴ വരാൻ തുടങ്ങി. അവർ അല്ലാഹുവിന്റെ മഹാന്മാരാണ്, അവർക്ക് കറാമത്തുണ്ട്, ബർക്കത്തുണ്ട്. അവരുടെ ആ വലിയ ബർക്കത്ത് നമ്മളിലേക്കും അല്ലാഹു നൽകുന്നുണ്ട്. അല്ലാഹു നമുക്ക് 2 ലോകത്തും നൽകട്ടെ. അവരുടെ ബർക്കത്ത് കിട്ടണമെങ്കിൽ, അവരുടെ ആ വലിയ സഹായം കിട്ടണമെങ്കിൽ, അല്ലാഹു തആല അവർക്ക് കൊടുത്ത വലിയൊരു ബർക്കത്ത് നമുക്ക് കിട്ടണമെങ്കിൽ അത് അവരുടെ കഴിവല്ല, അവർക്കൊരു കഴിവുമില്ല, അവർക്കൊരു കഴിവുമില്ല. മേലായ റബ്ബ് കൊടുക്കുന്ന അപാരമായ കഴിവാണ്, മേലായ റബ്ബ് കൊടുക്കുന്ന പരിധിയില്ലാത്ത കഴിവാണ്. അതേ ആ മഹാന്മാർ എങ്ങനെയായിരുന്നു. ആ ബർക്കത്ത് നമുക്ക് കിട്ടണമെങ്കിൽ ഞങ്ങളെ നിയ്യത്ത് നന്നാക്കണോ, ഞങ്ങളെ ജീവിതം കഴിവതും നന്നാക്കണോ, ഞങ്ങളെ ബന്ധം നന്നാക്കണോ. ബന്ധമെന്ന് പറയുമ്പോ കുടുംബ ബന്ധം പ്രത്യേകിച്ചും ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹീം.
നിസ്കാരത്തടമ്പുള്ളവനായാലും ഡബിളാജിയല്ല ത്രിബളാജിയായാലും എത്ര വലിയ തങ്ങളായാലും ഖാലിയായാലും ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉ റഹിം. കുടുംബബന്ധം മുറിച്ച ആളാണെങ്കിൽ, കുടുംബബന്ധം മുറിച്ച പെണ്ണാണെങ്കിൽ, കുടുംബക്കാരോട് ദേഷ്യപ്പെട്ട് നടക്കുന്നവനാണെങ്കിൽ, എത്ര വലിയ മനുഷ്യനായാലും അയാൾക്ക് സ്വർഗമില്ല, അയാളെ ഇബാദത്ത് സ്വീകാര്യമല്ല, അയാളെ ദുആക്ക് ഉത്തരമില്ല. അമ്മായിയോട് പിണങ്ങി നിൽക്കുന്ന മരുമോൾ അറിയണം ഇത്. മരുമോളോട് തൊട്ടതിനും മിണ്ടിയതിനും ചൂടാന അമ്മായിയും അറിയണമിത്. ബാപ്പയോടെ മിണ്ടാതെ കഴിയുന്ന മകൻ അറിയണമിത്. മക്കളോടെ മിണ്ടാതിരിക്കുന്ന ഉമ്മ ബാപ്പമാർ അറിയണമിത്. നൊന്തുപെറ്റ ഉമ്മാന്, കഷ്ടപ്പാടിന്റെ നെല്ലിപ്പടി കണ്ട് പോറ്റു വളർത്തിയ ബാപ്പാന് അവഗണിച്ച് അവരെ ചവറ്റുകോട്ടയിലേക്ക് തള്ളി മാറ്റിയ മക്കളും കേൾക്കണമിത്. അളിയന്മാരോട് ബന്ധുജനങ്ങൾ ആരായാലും, ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ കൺസെപ്റ്റില്, നമ്മുടെ കാഴ്ചപ്പാടില് ഫാമിലി ബന്ധു എന്ന് പറഞ്ഞെങ്കിൽ കെട്ടിയോളും കുട്ടിയോളാ അല്ലേ അല്ലേ അല്ലേ? സത്യം പറഞ്ഞ ബന്ധുക്കൾ എന്ന് പറഞ്ഞത് വിശാലമായ ലോകത്ത് പ്രജകളാ. ഉമ്മുണ്ട്, വാപ്പുണ്ട്, അതിന്റെ ഫൗണ്ടർ അവരാണ്. വടപ്പിറപ്പിങ്ങളായ കൂടപ്പിറപ്പിങ്ങളായ ജേട്ടൻജന്മാരുണ്ട്, പെങ്ങന്മാരുണ്ട്, അളിയന്മാരുണ്ട്, മച്ചുനനുണ്ട്, അമ്മായി, മരുമോളി, ഇളയുമ്മ, ഇളാപ്പ, മൂത്തമ്മ, മൂത്തപ്പ, കാക്ക, കാരണവർ, അങ്ങനെ 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 ഇതെല്ലാം കുടുംബാണ് കൂട്ടരെ. ഇവരോടുള്ള ബന്ധം ഊഷ്മളമാക്കാതെ, ഊഷ്മളമാക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിന്റെ ജാഗന്റെ റബ്ബർ തോട്ടത്തിന്റെ ആധാരം കൊണ്ടുപോയിട്ട് മൂത്തമ്മക്ക് കൊടുക്കണമെന്നല്ല. എനിക്ക് കൊടുക്കുന്നതിന് വിരോധമില്ല. ഞാനിനി പറഞ്ഞു വന്നത് കൊണ്ട് നിങ്ങൾ അങ്ങനെ വിചാരിച്ചോണ്ട് അല്ല ഇയാളിനി പറഞ്ഞിട്ട് അവസാനം ആ 3 സെന്റ് സ്ഥലത്തിന്റെ പട്ട കൊടുക്കാൻ വേണ്ടി പറയാം. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ചില മനുഷ്യർക്ക് അങ്ങനത്തെ ഒരു ധാരണ ഉണ്ട്, ഇയാളിന് പോയി അവിടെ എത്തോന്തോ. അത്ര കണ്ട് വലുതാണ് കുടുംബജീവിതം. ആ ബന്ധം ചെറുതല്ല.